ശ്ലോകങ്ങൾ ആദ്യം, തുടർന്ന് 11-ാം ശ്ലോകം മുതൽ ഏതാണ്ട് 72-ാം ശ്ലോകം വരെയുള്ള കൃഷ്ണന്റെ ഉപദേശങ്ങൾ 3-ാം അധ്യായം 4, 5, 6 വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. 6-ലെ 6-ാം ശ്ലോകം വരെ എത്തുമ്പോൾ അഭ്യാസ യോഗത്തിൽ അർജുനനെ യുദ്ധാഭ്യാസമെന്ന അഭ്യാസത്തിലേക്ക്, ധ്യാനയോഗത്തിൽ അർജുനനെ യുദ്ധത്തിന്റെ ഒരു ധ്യാനാത്മകതയിലേക്ക് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ. ലൗകികങ്ങളായ ഇന്ദ്രിയങ്ങൾ നൽകുന്ന പ്രത്യക്ഷമായ ഇന്ദ്രിയാർത്ഥങ്ങളിലേക്ക്, വിഷയങ്ങളിലേക്ക് ഭഗവാൻ അർജുനനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ? അതിന്റെ നഷ്ടലാഭങ്ങളുടെ ഗതീയത അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അത് നേടുന്നതിനുള്ള ഒരു രാഗമോ, അത് നേടി കയ്യിൽ വച്ചിരിക്കുന്നവരോടുള്ള ഒരു ദ്വേഷമോ കൃഷ്ണോപദേശത്തിന്റെ അകപ്പൊരുളുകളിൽ എവിടെയെങ്കിലും കണ്ടെത്തുവാൻ സൂക്ഷ്മദൃക്കുകൾക്കെങ്കിലും കഴിയുമോ? ഇതൊന്നും ആലോചിക്കാതെ ഒരു ജനതയും അതിന്റെ സംസ്കാരവുമെല്ലാം വളരെ എളുപ്പത്തിൽ ആഹവത്തിലേക്കും ആഹവ ഔത്സുക്യത്തിലേക്കും വഴുതി വീഴുക. ഒരളവ് വരെ ഈ പഠനങ്ങളും പഠിതാക്കളും സംസ്കൃതിയെ എത്രത്തോളം അപജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുവാൻ കൂടി പര്യാപ്തമായ ഒരു അധ്യായം. ആമുഖ ഉപന്യാസത്തിൽ ഇത് സൂചിപ്പിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എങ്കിലും കുറച്ച് പുതുമുഖങ്ങളെ കാണുന്നത് കൊണ്ട്, കാരണം ഇന്നും കുറച്ച് പുതുമുഖങ്ങളെ കാണുന്നുണ്ട്. അവർ വന്നിരിക്കുമ്പോൾ തന്നെ അവർ കേട്ടതും പഠിച്ചതും ഒക്കെ വ്യത്യസ്തമായി ഇവിടെ കേൾക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഒഴിവാക്കാൻ ആമുഖം ഒന്നുകൂടി സൂചിപ്പിച്ചു എന്ന് മാത്രം. നാം പഠിച്ച 2, 3, 4, 5 അധ്യായങ്ങളും 6-ാം അധ്യായത്തിന്റെ 6 ശ്ലോകങ്ങളും അന്വയവും അർത്ഥവും എല്ലാം, അന്വയവും പരിഭാഷയും എല്ലാം വച്ച് അതിന്റെ വാച്യാർത്ഥത്തിലോ വ്യംഗ്യാർത്ഥത്തിലോ ലക്ഷണാർത്ഥത്തിലോ ഇനി പണ്ഡിതന്റെ പാണ്ഡിത്യ പ്രകടനം കൊണ്ട് ചേർത്തു വെച്ചുണ്ടാക്കി പറയാനെങ്കിലും വിഷയങ്ങളോടും ആ വിഷയം അനുഭവിക്കുന്ന വേളയിൽ ഉണ്ടാകാവുന്ന രാഗത്തോടും ആ വിഷയം അപരനൊരുവൻ തട്ടിയെടുത്ത് അനുഭവിക്കുന്നത് കണ്ട് അവനോടുള്ള ദ്വേഷത്തോടും കൂടിയുള്ള സമീപനത്തിന് ആക്കം കൂട്ടുന്ന ചെറിയൊരു ഉപദേശമെങ്കിലും ഈ കഴിഞ്ഞുപോയ ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ ചോദ്യം മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല. ഗീതയുടെ വിഷയം യുദ്ധമായി തരം താഴുന്നു എന്ന് പറയാം. ഗീതാകാരൻ ഭഗവത്ഗീതോപനിഷത്തിന്റെ അനിർവചനീയമായ മാഹാത്മ്യത്തെ സർവദാ പ്രഘോഷണം ചെയ്തു നിൽക്കുന്ന സർവാദരണീയനായ കണ്ണൻ
ഒരു ചലനത്തിൽ പോലും മാനവ മനസ്സിനെ ദൃഷ്ടനഷ്ടമായ പ്രപഞ്ചത്തിന്റെ ലൗകിക സീമയിലേക്ക് വലിച്ചിഴയ്ക്കുന്നില്ല. മറിച്ച് അലൗകികമായ ആത്മാനന്ദത്തിന്റെ അത്യന്തഭാസുരമായ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു എന്ന വൈരുദ്ധ്യം ഗീതയിൽ ഉടനീളം ജാജ്വല്യമാനമായി നിൽക്കുമ്പോഴും അനുവാചക മനസ്സുകൾ യുദ്ധത്തിലേക്കുള്ളൊരു ഗതീയതയെ കണ്ടുമുട്ടിയെങ്കിൽ രാഗം നിറഞ്ഞ ആ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന യുദ്ധത്തെ കണ്ടുമുട്ടുകയല്ലാതെ ഉപദേശത്തിന്റെ ആദേശത്തിന്റെ അന്തരാളങ്ങളിൽ കണ്ടുമുട്ടിയതല്ലെന്ന് പറഞ്ഞുകൂടെ? എന്റെ ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്റെ ചോദ്യം പ്രസക്തമല്ലെന്നുണ്ടോ? ആലോചിച്ചിട്ട് പയ്യെ പറഞ്ഞാൽ മതി. അർജുനനെ പോലൊരു വീരനെ യുദ്ധം ചെയ്യിപ്പിക്കുവാൻ ഈ അലൗകികമായൊരു ഉപദേശമൊന്നും ആവശ്യമാവുമായിരുന്നില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവില്ലേ? മാനവനെ അവന്റെ വാസനയുടെ സ്മൃതിമണ്ഡപത്തിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇന്ദ്രിയജനിത അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകളുടെ ഉത്ബുദ്ധതകളിലേക്ക് ഒന്ന് വലിച്ചിഴയ്ക്കാൻ കഴിഞ്ഞാൽ രാഗങ്ങളുടെയും ദ്വേഷങ്ങളുടെയും കെട്ടുകൾ അഴിയാൻ അധികം നേരം വേണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ലേ? നമ്മുടെ അനുഭവങ്ങൾ വാസനകളായി ഉത്ബുദ്ധതയെ പ്രാപിച്ച് അനന്ത സ്വപ്നങ്ങളായി നിറക്കൂട്ടുകൾ ചാർത്തി നിലകൊള്ളുന്നൊരു വേളയിൽ ഒരംഗചലനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യത്തിലൊരംശം കൊണ്ട് രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും ഭാണ്ഡം തുറന്നായിരം മുത്തുകളും ചിപ്പികളും വാരി വിതറുവാൻ പര്യാപ്തമായി സ്മൃതി മർത്യനോടൊപ്പം നിലകൊള്ളുമ്പോൾ ആ സ്മൃതി മണ്ഡപത്തിലേക്ക് അവനെ ഒന്ന് വലിച്ചു കയറ്റിയാൽ മതിയാകും. താത്തുവെച്ച ആയുധങ്ങൾക്കെല്ലാം മൂർച്ചയുണ്ടാകുവാനെന്നിരിക്കെ ഗതകാല ജീവിതത്തിൻ്റെയും അനുഭവങ്ങളുടെയും മർമ്മരങ്ങളിൽ ഒന്നുപോലും അർജുന കർണങ്ങളിൽ എത്തിക്കുവാൻ തയ്യാറാകാതെ അലൗകികമായ ആത്മവക്തയുടെ സന്ദേശം ഓരോ വാക്കിലും നിറച്ചു നൽകുമ്പോൾ എവിടെ നിന്നാണ് നാം ഈ വരികളിലും വർണ്ണങ്ങളിലും യുദ്ധത്തിന്റെ കാഹളം കണ്ടെത്തിയത്? ഈ കലാപമനുഷ്യമായ ലോകത്തിൽ അത്ഭുതസ്തബ്ധനായി നിൽക്കുന്ന അർജുനനെ കർമ്മോന്മുഖനാക്കിയില്ല ശ്രീകൃഷ്ണൻ. പക്ഷെ അദ്ദേഹത്തിന് അവസാനം ഒരു പരാജയമാണ് ഉണ്ടായത്. എല്ലാവർക്കും ഒരു പരാജയമാണല്ലോ അർജുനനുണ്ടായത്. അതുപോലെ ഇന്നത്തെ അർജുനന്മാർക്കെല്ലാം അതൊരു പാഠമാവുകയാണെങ്കിൽ, ആ കൃതി അനുകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു രീതിയിലേക്ക് ഇനി ഒരു രൂപമല്ലേ നമ്മൾ കാണുന്നത്. അല്ലാതെ പൂർണ്ണമായിട്ടും വിജയിച്ച
ഈ ഉപദേശങ്ങൾ കൊണ്ടെല്ലാം പൂർണ്ണമായിട്ടും വിജയിച്ച് ഉന്നമനത്തിന്റെ അങ്ങ് ഉയരങ്ങളിലേക്ക് കയറിയ ഒരാളെ അല്ല നമ്മൾ കാണുന്നത്. ഇതെല്ലാം അനുസരിച്ചിട്ടും പരാജയത്തിന്റെ കയ്പ് നുണഞ്ഞ് ഇറക്കിയ ഒരു മനുഷ്യനെയല്ല നമ്മൾ കാണുന്നത് യുദ്ധത്തിൽ. അന്നേരം നമുക്ക് അത് പൂർണ്ണമായിട്ടും അനുകരിക്കാവുന്നതാണോ? ഈ ഉപദേശങ്ങൾ അനുകരിക്കാം, പക്ഷെ അർജുനനെ നമുക്ക് അനുകരിക്കാവുന്നതാണോ? പറ്റില്ലാത്തതാണ്, ഒറ്റയടിക്ക് പറ്റില്ലാത്തതാണ്. ചോദ്യം അങ്ങനെ ആയതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരം പറ്റില്ലെന്ന് തന്നെ. അനുകരിച്ചാൽ അനതിവിദൂര ഭാവിയിൽ യുദ്ധാനന്തരം പാണ്ഡവരനുഭവിച്ച അനുഭവങ്ങളിലൂടെ തന്നെയേ മർത്യന് പോകാൻ കഴിയൂവെന്ന്. മറ്റൊന്ന് കരണീയമായില്ലെന്ന്. ഞാൻ ചോദിച്ചത് ആ ഭാഗമല്ല. എൻ്റെ ചോദ്യം, നാം ഇതുവരെ പഠിച്ച പഠനങ്ങളിൽ കണ്ടെത്തിയ ശ്ലോകങ്ങളിൽ, വാക്കുകളിൽ, ഗീതയിൽ ഇതുവരെയുള്ള ഓരോ വാക്കും എടുത്തു വെച്ച് അർജുന അവബോധത്തെ പൂർവസ്മരണയുടെ ലോകങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ ഉറങ്ങിക്കിടക്കുന്ന രാഗദ്വേഷാദികളെ ഉണർത്തുക എന്ന പ്രക്രിയ യുദ്ധം എന്ന കർമ്മത്തിന്റെ സമർത്ഥമായ ഗതീയതയ്ക്ക് അനുഗുണമാണ്. അഥവാ ആധുനിക മാനേജ്മെന്റ് തിയറിയുടെ അടിസ്ഥാനമാണ്. ഗീത ഏതാണെന്നൊക്കെ ആണല്ലോ ഇപ്പൊ നിങ്ങളെ പലരും പഠിപ്പിക്കുന്നത്. രാഗദ്വേഷപങ്കിലമാണ് ഈ ലോകമെന്നും എല്ലാ കച്ചവടത്തിനും എളുപ്പമുണ്ടാകുന്നത് രാഗദ്വേഷങ്ങളെ മുതലെടുത്താണെന്നും അത് സമർത്ഥമായി മുതലെടുക്കാൻ അറിയുന്നവനാണ് ലൗകിക സാമ്രാജ്യത്തിൽ വിജയിക്കുന്നതെന്നും ലെവിയും സ്റ്റെല്ലിയും, അത് ഗീതയിലുണ്ടെന്നാണല്ലോ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നവർ പറയുന്നത്. അത് മനുഷ്യന് അനുപേക്ഷണീയമായി നൽകുന്ന, അവൻ അറിയുന്നതും അറിയാത്തതുമായ സ്ട്രെസ്സും സ്ട്രെയിനും വേറെ. മലയാളം, സംസ്കൃതം മുതലായ പദങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് പരിചിതമായ ആംഗലേയ പദം തന്നെ ഉപയോഗിച്ചതും അതുകൊണ്ടാണ്. സ്ട്രെസ്സും സ്ട്രെയിനും ജീവിതത്തിന്റെ സംഘർഷ സന്ധികളിൽ മാനവൻ അനുഭവിക്കുന്ന, ഇതിനെ മറന്നുകൊണ്ട് വിജയത്തിലേക്ക് പോകുവാൻ വെമ്പൽ കൊള്ളുന്ന രാഗദ്വേഷ സഹിതമായ ഒരു മാനവ ചോദന, അത് സമർത്ഥമായി വളർത്തിയെടുക്കുവാനാണ് അച്ഛനും അമ്മയും ആധുനിക തലങ്ങളിൽ കുട്ടിയിൽ പോലും ശ്രമം ചെയ്യുന്നത്. ശാന്തനായ, ശാന്തി അന്യർക്ക് കൂടി പ്രദാനം ചെയ്യുന്ന ഒരു കുഞ്ഞിനെ അല്ല ഇന്നൊരച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്നത് പോലും. ശരിയാണ്, ശരിയാണ്. എത്രത്തോളം തൻ്റെ ചുറ്റുപാടുകളെയും ബന്ധുജനങ്ങളെയും മറ്റുള്ളവരെയും അസ്വസ്ഥമാക്കുവാൻ അവന്റെ ബുദ്ധിക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവന്റെ ബുദ്ധിയുടെ വികാസമായി ഇന്ന് പണ്ഡിതന്മാർ പോലും എണ്ണുന്നത്. ശരിയല്ല? ശരിയല്ല? അയ്യോ, മിക്കവാറും വിവിധ വിഷയങ്ങളിൽ പണ്ഡിതന്മാരായ ആളുകളെ സമീപിച്ചാൽ സംഘർഷപൂരിതമായ ഒരു ലോകത്തെയാണ് അവരും വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെയാകുന്നത്.
അവരുടെ ഭാവന മറ്റൊന്നാണ് എങ്കിൽ ഇങ്ങനെ ആവില്ല ഈ പ്രപഞ്ചം. അല്ല, ഭൂരിപക്ഷം അറിവില്ലാത്തവരാണെങ്കിൽ അവരുടെ ഭാവനയ്ക്ക് പ്രസക്തിയില്ല. അഭിജ്ഞന്മാരുടെ ഭാവനയാണ് ഈ വിശ്വം. അവരുടെ സങ്കല്പത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. മറ്റുള്ളവർ ആ സങ്കല്പത്തിന് അനുഗുണമായി നൃത്തം ചെയ്യുന്നുവെന്ന് മാത്രം. അഭിജ്ഞന്മാരുടെ ജീവസൃഷ്ടിയിലാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ബീജം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ ആയിരിക്കുന്നത്. ഭരിക്കുന്നവർ ഭിഷഗ്വരന്മാർ, പ്രവാചക മനസ്സുണ്ടെന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്ന മതപണ്ഡിതന്മാർ, മറ്റുള്ളവർ അംഗീകരിക്കുന്ന, അതിൻ്റെ പിന്നിൽ അംഗീകരിപ്പിക്കലുണ്ടാകാം, അംഗീകരിക്കലുണ്ടാവാം, അംഗീകരിക്കുന്നു എന്ന വസ്തുത. അത് മാത്രമേ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ. നിങ്ങളെ അംഗീകരിപ്പിച്ചിട്ട് അംഗീകരിച്ചാലും നിങ്ങളല്ലാതെ അംഗീകരിച്ചാലും അംഗീകാരം തന്നെയാണ്. റൈറ്റ്? ശരിയല്ല? അപ്പോൾ അങ്ങനെ അംഗീകരിക്കുന്ന മതപണ്ഡിതന്മാർ, ഭരണാധികാരികളെ പറഞ്ഞു, ഭിഷഗ്വരന്മാരെ പറഞ്ഞു, ഗുരു കാരണവന്മാർ, മാതാപിതാക്കൾ, ഇങ്ങനെ ആദരണീയമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരുടെ മനസ്സിന്റെ സങ്കല്പം ഇന്ന് ആഹവ ഔത്സുക്യം നിറഞ്ഞതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. യുദ്ധ ഔത്സുക്യം നിറഞ്ഞതാണ്, ഏറ്റുമുട്ടലുകൾ നിറഞ്ഞതാണ്. രണ്ടു മക്കളുള്ള ഒരമ്മ, ഒരു മകൻ മറ്റൊരു മകന് തണലായി നിൽക്കുന്ന പ്രകൃതത്തെ അല്ലിന്ന് ശാന്തമായി ഇഷ്ടപ്പെടുന്നത്. അവർ തമ്മിൽ സദാ വഴക്കുണ്ടാക്കുന്ന രംഗത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിലേക്കൊന്നും അല്ല ഞാൻ പോയത്. നമുക്കൊരു അടിസ്ഥാനത്തിൽ നിന്ന് പയ്യെ പോകാം, തിരക്ക് കൂട്ടണ്ട. വളർത്തുന്ന ഒരമ്മ ആ കുഞ്ഞിനോട് അമ്മ ഗുസ്തി പിടിച്ചും ആ കുഞ്ഞുങ്ങളെ തമ്മിൽ ഗുസ്തി പിടിപ്പിച്ചും ഒരു കുഞ്ഞിന് കൊടുക്കുന്നത് മറ്റേ കുഞ്ഞിന് കാണെ അല്പം കുറച്ച് അവനിലുള്ള അസൂയയെ വളർത്തിയും അത് വളരുന്നു എന്ന് കാണുമ്പോൾ ഇവനേക്കാൾ അവന് കൊടുത്ത് അവനോടുള്ള പ്രിയം കാണിച്ചും ആ മത്സരമാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്നതാണ് ഇന്ന് പ്രായേണ അറിവുണ്ടെന്ന് വിചാരിക്കുന്ന ഔന്നത്യങ്ങളിൽ വിരാജിക്കുന്ന ആളുകളുടെ ഇടയിൽ പൊതുവെ കാണുന്നത്. ഇതാണ് എൻ്റെ പ്രസ്താവം. ഇത് തെറ്റോ ശരിയോ എന്നുള്ളത് ഇനി അപഗ്രഥിക്കാൻ പോകുന്നേ ഉള്ളൂ. ഡേറ്റ, സങ്കല്പം. മനസ്സിലായി? ഒരു ഹൈപ്പോത്തസിസ്. ഇന്ന് ലോകം ഓഫീസുകളിൽ അതിനെ നയിച്ചു കൊണ്ടുപോകുന്ന സംയോജകനായിരിക്കുന്ന, മറ്റുള്ളവരുടെ ആദരവിന്റെ പാത്രമായിരിക്കുന്ന ഔന്നത്യത്തില് വിരാജിക്കുന്ന ഉദ്യോഗസ്ഥൻ, അതിൻ്റെ താഴെയുള്ളവർ തമ്മിൽ മത്സരിക്കുമ്പോഴാണ് തനിക്കും ലോകത്തിനും നേട്ടമുണ്ടാകുന്നതെന്ന് വ്യാമോഹിക്കുന്നത് പോലെ അവരെ മത്സരിപ്പിക്കുന്നു. വീട്ടിലെ അച്ഛനമ്മമാരുടേത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മതരംഗങ്ങൾ, അതിൻ്റെ ഔന്നത്യങ്ങളിൽ ഇരിക്കുന്നവർ
അഭിപ്രായ ഭിന്നതകളെ അലൗകികമായ ശാന്തിയുടെ ഉന്നതങ്ങളായ ഉപദേശങ്ങൾ കൊണ്ട് സംയോജിപ്പിച്ച് ലൗകികങ്ങളായ ഭിന്നതകളെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ പെരുമാറേണ്ടതിന് പകരം ലൗകികത്തിന്റെ പ്രാധാന്യത്തെ കൂടുതൽ എടുത്തു കാണിച്ച് ആ ഭിന്നതയെ വർദ്ധിപ്പിക്കുന്നതായാണ് ആ രംഗങ്ങളിൽ ഇന്ന് നാം കാണുന്നത്. ഇതൊക്കെ എൻ്റെ പ്രസ്താവം മാത്രമാണ്, തീരുമാനമായിട്ട് കാണണ്ട. നല്ലപോലെ ആലോചിക്കാൻ പറഞ്ഞു എന്ന് കൂട്ടിയാൽ മതി. ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു എന്നല്ല, ഒരു പ്രസ്താവം. ഇത് ശരി അല്ലെങ്കിൽ തെറ്റ് ഒരു ന്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് പറയാം, ചാൻസ് ഞാൻ തരാം. നിങ്ങളുടെ അനുഭവങ്ങളുടെ തലങ്ങളിൽ നിന്ന് എൻ്റെ ഈ പ്രസ്താവങ്ങൾ തെറ്റാണ്, ഈ പ്രസ്താവങ്ങൾ ശരിയാണ്, രണ്ടുത്തരേ ഉള്ളൂ. ഏതായാലും അത് ചാടിക്കരി ധൃതി വെക്കണ്ട. ഞാൻ കുറെ എണ്ണം പറയാം. എൻ്റെ ആക്ഷേപങ്ങൾ ഒന്നോ രണ്ടോ അല്ല. രാഷ്ട്രമീമാംസയുടെ രംഗവേദികളിൽ ഭരണത്തിന്റെ ഉന്നത ഗോപുരങ്ങളിൽ സംയോജനത്തിന്റെ ശബ്ദത്തെക്കാൾ ഏറെ വിഘടനത്തിന്റെ ശബ്ദം കൊണ്ടാണ് ഭരണം അരങ്ങു തകർക്കുന്നത്. ഞാൻ ഓരോ സെക്ടറും പ്രത്യേകം പറയാണ്. തിരക്ക് കൂട്ടണ്ടെന്ന് ഞാൻ പറഞ്ഞു. കേൾക്കുക, മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഒറ്റ വാക്കേ ഉണ്ടോ അത് തെറ്റാണ്, ശരിയാണ് ശരിയാണ്. രണ്ടിനോടും എനിക്ക് എതിർപ്പില്ല, രണ്ടിനോടും എനിക്ക് എതിർപ്പില്ല. ഇതാണ് ശരിയെന്ന് നിർബന്ധവുമില്ല. നിങ്ങളുടെ അനുഭവമേ പറയാവൂ. അതിനാണല്ലോ ഞാൻ ഈ പ്രസ്താവം മുൻപിൽ വയ്ക്കുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ളതായ ജീവിതവും ചുറ്റുപാടുകളോടുള്ള സമീപനവും വച്ച് നോക്കിക്കണ്ടിട്ട് നിങ്ങൾക്ക് അനുഭവമുള്ളത് വാക്ക്, പ്രവൃത്തി, മനസ്സ്, ഈ മൂന്നിലും ഈ രംഗങ്ങളെല്ലാം വിഘടനത്തെ ആഗ്രഹിക്കുന്നുവോ എന്ന് തോന്നുന്നത് പോലെയാണ് എങ്കിൽ എസ് എന്ന് പറയാം. ഒന്നാം ഭാഗം. നിങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ അറിയാത്തൊരഹംബുദ്ധി കടന്നു വന്ന് ഏത് അഭിപ്രായത്തെയും ഒരു വിഘടനത്തിന്റെ ബീജമിട്ട് കൊടുത്ത് അവരെ സംഘർഷത്തിലേക്ക് നയിക്കുവാൻ പറ്റുന്ന വിധത്തിലാണോ നിങ്ങളുടെ സുഹൃത്തുക്കളോട്, അച്ഛനമ്മമാരോട്, അയൽപക്കക്കാരോട് ഒക്കെ ഇടപെടുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് കൂടി അപഗ്രഥിക്കുക. പറഞ്ഞ മനസ്സിലായി? ഒന്ന്, ആത്മനിഷ്ഠമായി ഈ വസ്തുതയെ അപഗ്രഥിക്കുക. രണ്ട്, വസ്തുനിഷ്ഠമായി ഈ വസ്തുതയെ അപഗ്രഥിക്കുക. വസ്തുനിഷ്ഠമായ അപഗ്രഥനത്തിൽ ചുറ്റുപാടുകൾ നമ്മോടും നമ്മുടെ പ്രകൃതിയോടും ഇടപെടുന്നത് ഭരണരംഗങ്ങളിൽ, മതരംഗങ്ങളിൽ, ലൗകിക ജീവിതത്തിന്റെ പല പല മേഖലകളിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ, ഒരു ദിവസത്തിൽ എത്ര തവണ നാം ഉപയോഗിച്ച വാക്ക് മറ്റേയാളിനെ അസ്വസ്ഥമാക്കുവാൻ ഇടയാക്കിയെന്ന് അറിഞ്ഞ്, രണ്ട്, അറിയാതെ. നമ്മുടെ ചലനങ്ങൾ മറ്റേയാളിന് പ്രതികൂലമായത് എത്ര തവണയെന്ന് നമ്മുടെ കരണവും ഇന്ദ്രിയവും കളേബരവും തൊട്ടറിയുന്ന അനേകമായ ഈ ജഗത്തെന്ന അറിവത്രയും എത്ര തവണ
നമ്മോടൊപ്പമുള്ളവർക്ക് അസ്വസ്ഥതയെ നൽകുവാൻ പര്യാപ്തമായി. അതിന്റെ ധർമാധർമ്മങ്ങളൊക്കെ നമുക്ക് രണ്ടാമത് അപഗ്രഥിക്കാം. അപ്പം അച്ഛനമ്മമാർ, ഭാര്യ ഭർത്താക്കന്മാർ, ഗുരുശിഷ്യന്മാർ, സഹപാഠികൾ, ഇങ്ങനെ മാനവ പാരസ്പര്യത്തിന്റെ അനേക മേഖലകളിൽ നാം ഉപയോഗിച്ച പദങ്ങൾ നമ്മുടെ അംഗവിക്ഷേപങ്ങൾ, നമ്മുടെ വാക്ക് എത്രത്തോളം അവയെ സമഞ്ജസമായി സംയോജിപ്പിക്കുന്ന ഇന്ദ്രിയാതീതമായൊരു അറിവിലേക്ക് ഊന്നൽ നൽകിയെന്ന്, ഞാനെന്ന സമസ്യ അതിന്റെ വിശേഷാർത്ഥങ്ങളിൽ നിന്ന് വിട്ട് അറിവെന്ന സാമാന്യത്തിലേക്ക് വികസിച്ചു എന്ന് സാമാന്യം, വിശേഷം. എവിടെയെല്ലാം വിശേഷവിധിയായ അറിവുകൾ സാമാന്യത്തെ അതിക്രമിക്കുന്നു, അവിടെയെല്ലാം അശാസ്ത്രീയങ്ങളായ ഭാവനകൾ ഉണ്ടാവുകയും എവിടെയെല്ലാം സാമാന്യം വിശേഷത്തെ അതിക്രമിക്കുന്നുവോ അവിടെയെല്ലാം അറിവ് ശാസ്ത്രീയമായിത്തീരുന്നുവെന്നും ഭാരതീയ പൗരാണികർ ആധുനിക മനുഷ്യന്റെ വളർച്ചയും വികാസവും അവന്റെ അറിവിന്റെ സങ്കേതങ്ങളും അവൻ ശാസ്ത്രമെന്നും ശാസ്ത്രീയമെന്നും ജൽപ്പിക്കുന്ന കരണങ്ങളും കാര്യങ്ങളും വിശേഷത്തിന് പ്രാധാന്യം നൽകുന്നതോ സാമാന്യത്തിന് പ്രാധാന്യം നൽകുന്നതോ എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ഒരു സെക്കൻഡ് ഈ ചിന്തയുടെ ധാരയിൽ നിങ്ങൾ വിട്ടാൽ തിരിച്ചു വരില്ല. എന്നെ കുറ്റം പറയരുത്. ഒരു പ്രഭാഷണത്തിന് പോയിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുക, അതിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് കിട്ടി എന്ന് പറഞ്ഞ് സമ്മാനിച്ചു പോകുന്ന പോലല്ല ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം. ഒരു വാക്ക് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് വിട്ടാൽ പിന്നെ ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് മനസ്സിലാവുക. അതിനെന്നെ കുറ്റം പറയരുത്. ശാസ്ത്രം പഠിക്കാൻ ഔത്സുക്യമുള്ളവരായി വന്നിരിക്കുമ്പോൾ ഗീതയിലേക്ക്, അതിൻ്റെ ധ്യാനയോഗത്തിലേക്ക്, അതിൻ്റെ അഭ്യാസ യോഗത്തിലേക്ക്, ചില പുസ്തകങ്ങളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു, കടന്നു കയറുമ്പോൾ ഗീതാകാരനായ കൃഷ്ണന്റെ ഉപദേശം അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും മനസ്സിലാകണം എങ്കിൽ കഴിഞ്ഞ അധ്യായങ്ങൾ മുതൽ ഇന്നുവരെ പഠിച്ചിടത്തോളം കാര്യങ്ങളിൽ അർജുനനെ യുദ്ധം ചെയ്യിപ്പിക്കുക എന്നത്, തളർച്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ആയുധമെടുപ്പിക്കുക എന്നത് ആയിരുന്നു കൃഷ്ണന്റെ ലക്ഷ്യം. നമ്പർ 1. അർജുനൻ ചൂണ്ടിക്കാണിച്ച ഭൈക്ഷ്യത്തിൽ നിന്ന് സാർവജനീനമായ ജ്ഞാനത്തിലേക്ക് ഉയർത്തുകയായിരുന്നു കൃഷ്ണന്റെ ലക്ഷ്യം. ഇങ്ങനെ 2 സമസ്യകൾ മുൻപിൽ വെച്ചാൽ ആദ്യത്തെ സമസ്യയിൽപ്പെട്ട യുദ്ധത്തിലേക്ക് അർജുനനെ കൊണ്ടുപോകാൻ വിചാരശീലമുളവാകുന്ന ഇന്ദ്രിയാതീതമായ അറിവിന്റെ ആവശ്യം ഇല്ല. നമ്പർ 1. യുദ്ധം ഒരു വികാരമായതുകൊണ്ട് പൂർവാനുമതികളുടെ വികാരോജ്വലമായ
വാസനാജാലങ്ങളിലേക്ക് അർജുനനെ അനുനയിച്ചു കൊണ്ടുവന്നാൽ മതിയാകും യുദ്ധത്തിന്. അതിൻ്റെ ഗതീയതയും കണക്കും സഹപാഠി എന്ന നിലയിൽ കൃഷ്ണൻ അറിയുന്നത് പോലെ മറ്റാർക്കും അറിയില്ല തന്നെ. ആ സന്ദർഭങ്ങളിൽ ഒന്നുപോലും ഈ ഉപദേശങ്ങളിൽ ഒരു വേളയിൽ പോലും എടുത്തു പ്രയോഗിക്കാതെ വിശേഷാർത്ഥം വരുന്ന വിശേഷവിധിയായ അർജുന ജീവിതത്തിന്റെ അംഗതലങ്ങളിൽ നിന്ന് ഒരു സമസ്യയെ പോലും ഉദാഹരണമായിട്ട് പോലും ചൂണ്ടിക്കാണിക്കാതെ യുദ്ധരംഗത്ത് അർജുനന് ഉപദേശം കൊടുക്കുമ്പോൾ ആ ഉപദേശം സാമാന്യം എന്ന തലത്തിലേക്ക് ഉയരുന്നത് കൊണ്ടത് ശാസ്ത്രമായിത്തീരുന്നു. സർവഥാ വിശേഷത്തെ അതില്ലാതാക്കുന്നു. ഇതൊക്കെ പ്രസ്താവനകളാണ്, നിങ്ങൾക്ക് യോജിക്കാവുന്നതും യോജിക്കാൻ പറ്റില്ലാത്തതുമായ പ്രസ്താവനകൾ. വീണ്ടും ഈ ഉപദേശങ്ങളിൽ ഒരിടത്തു പോലും അർജുനന്റെ രാഗമോ ദേശമോ തട്ടിയുണർത്തുവാൻ പര്യാപ്തമായ പൂർവകാല അനുഭവങ്ങളിൽ ഒന്നിനെപ്പോലും കൃഷ്ണൻ കാണിക്കുന്നില്ല. അവയ്ക്ക് പ്രാധാന്യമില്ലെന്ന് വിചാരശീലനായ ഒരു അർജുനന് തോന്നുവാൻ പാകത്തിന് സാമാന്യമായ അഹിംസയുടെയും സത്യത്തിന്റെയും അസ്തേയത്തിന്റെയും നിസ്തുല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ അന്തർധാരയാലും തിരക്ക് കൂട്ടാതെ കേട്ടിട്ട്, തിരക്കൊട്ടും കൂട്ടണം, മുഴുവൻ കേട്ടിട്ട് മുഴുവൻ ശാന്തമായിരുന്നു കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞ് സ്വന്തം സംശയത്തിന് സ്വന്തം ഉത്തരം പോരാതെ വന്നുവെങ്കിൽ നല്ല എഴുന്നേറ്റു. ഉത്തരം നിങ്ങളിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ എൻ്റെ വാക്ക് ആവശ്യമില്ല. ഉണ്ടാകുന്നില്ലെങ്കിൽ പഠനം ആവശ്യമാണ്. ഓരോന്നും എടുത്ത് തെളിച്ച് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. എന്നിട്ട് വേണം എനിക്കിത് കൂട്ടി യോജിപ്പിക്കാൻ. കൃഷ്ണോപദേശങ്ങളിലെല്ലാം പ്രജ്ഞാസ്ഥൈര്യത്തിന്, കാമസന്ത്യാഗത്തിന്, ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് സാർവലൗകികമായ സാമാന്യമായ ഇതിവൃത്തമായി ഉയരുകയും അർജുനനും കൃഷ്ണനും പോലും ഇല്ലാതാവുകയും ചെയ്യുന്നു. അർജുനൻ്റെതുപോലെ തന്നെ നമുക്കും നമ്മുടേതായ വിശേഷ വിധികളായ അറിവുകളും അനുഭവങ്ങളും രാഗങ്ങളും ദ്വേഷങ്ങളും ഉണ്ടാവും. ആ വിശേഷസജ്ഞിതങ്ങളായ ഭാവഹാവാദികളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരറിവിൻ്റെ ഘട്ടത്തിൽ വ്യക്തി അവന്റെ വൈയക്തിക സീമ ഉല്ലംഘിക്കുകയും സമഷ്ടി സീമയിലേക്ക് വികസിക്കുകയും ദ്രഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഒരുമിച്ച് അവനായിത്തീരുകയും അവന്റെ ബോധത്തിൽ തന്നെ ഇതെല്ലാം എരിഞ്ഞടങ്ങുകയും ചെയ്യുന്ന
സമീചീനമായൊരു സമസ്യ ഈ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകത്തിൽ വെച്ചു കൊടുത്തത് നാം കണ്ടു കഴിഞ്ഞു. 4-ആണെന്ന് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞാണ് ഉദ്ധരേതാത്മനാത്മാനം. അതെ, സർവസങ്കല്പ സന്യാസി, അങ്ങനെയാണ് ആ പദം തന്നെ ഉപയോഗിച്ചത്. ഭൈക്ഷ്യമപീഹ ലോകേ എന്ന് 2-ാം അധ്യായത്തിൻ്റെ 5-ഓ 6-ഓ ശ്ലോകത്തിൽ വെച്ച് അർജുനൻ പറഞ്ഞതിൻ്റെ പ്രാതിയൗകിക ശബ്ദം അർജുനൻ അത് സാമാന്യ തലത്തിൽ നിന്നുകൊണ്ടാണോ ഉച്ചരിച്ചത്, വിശേഷതലത്തിൽ താൻ എത്തിച്ചേർന്ന രാഗദ്വേഷത്തിൽ നിന്ന് മോചനം നേടാൻ ആ വിശേഷത്തെ കളയാതെ എടുക്കുന്ന ഒരവസ്ഥയാണോ എന്ന് അർജുനനെ ചിന്തിപ്പിക്കുവാൻ പര്യാപ്തമായി. ഇത് 2-ാം അധ്യായം 5-ാം ശ്ലോകം അല്ലെങ്കിൽ 6-ാം ശ്ലോകം. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. 5-ആണോ 6-ആണോ? 5. ഭിക്ഷാന്നത്തിന് അർജുനൻ തയ്യാറെടുക്കുകയാണ്. ഭൈക്ഷ്യമെന്ന ഭാരതീയമായ സങ്കല്പം സാമാന്യത്തിലും വിശേഷത്തിലും 2ആണ്. ഒരുവൻ സങ്കല്പങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ പോയി ഭിക്ഷ എടുക്കുന്നതും സർവസങ്കല്പങ്ങളും സന്യസിച്ചിട്ട് ഭിക്ഷ എടുക്കുന്നതും 2ആണ്. മനസ്സിലാവുമോ? മനസ്സിലാവില്ല? സങ്കല്പങ്ങൾ ഭാഗികങ്ങളായോ മുഴുവനായോ നിലനിൽക്കുമ്പോൾ ഒരുവൻ ഭിക്ഷ എടുക്കുന്നതും സർവസങ്കല്പങ്ങളെയും സന്യസിച്ചിട്ട്, സമ്യക്കായി ന്യസിച്ചിട്ട്, അറിഞ്ഞില്ലാതാക്കിയിട്ട്, അറിവിൽ മാത്രമേ ഈ പ്രപഞ്ചം ഇല്ലാതാവുകയുള്ളൂ. അങ്ങനെ ഇല്ലാതാക്കിയിട്ട് ആ അവസ്ഥയിലേക്ക് ഉയരുന്നതും 2ആണ്. മനസ്സിലായി? ജിതാത്മാവായിട്ട് സർവസങ്കല്പങ്ങളും സന്യസിച്ചവനായിട്ട് ഭിക്ഷാപാത്രം കയ്യിലെടുക്കേണ്ടി വരിക. ഇതിനുദാഹരണവും ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. ഒരു ഭിക്ഷക്കാരൻ വീട്ടിന്റെ പടിക്കൽ ഒന്ന് നിൽക്കുക, കൂടെ കുറെ ഭിക്ഷക്കാരുമുണ്ട്. ഒരമ്മ തൻ്റെ മകനെ ചൂണ്ടിക്കാണിക്കുകയാണ്, അതാ നിന്റെ അച്ഛൻ. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പൊ ഈ മകൻ ചെന്ന് ചോദിച്ചു, അച്ഛാ, കാരണം അമ്മ ഇത്രയും കാലം പറഞ്ഞത് നിന്റെ അച്ഛൻ ലോകം വെട്ടിപ്പിടിക്കാൻ പോയതാണെന്നാണ്. വെട്ടിപ്പിടിക്കാൻ പോയ അച്ഛനെ കണ്ട് മകൻ ചെന്ന് നമസ്കരിച്ചു. പഴയ രീതി അതാണ്, ഇപ്പോഴത്തെ രീതിയല്ല. നമസ്കരിച്ചിട്ട് ചോദിച്ചു, അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചോ? ഓ മകനെ, ചക്രവർത്തിയുടെ മകൻ, ചക്രവർത്തിയുടെ മകന്റെ മകൻ മകനോട് ചോദിക്കുക, അച്ഛനോട് പുത്രൻ ചോദിക്കുക, അച്ഛൻ ലോകം വെട്ടിപ്പിടിച്ചോ? ഊവ മോനെ, എനിക്കെന്താ കൊണ്ടുവന്നിരിക്കുന്നത്? കുട്ടികളുടെ പ്രബലമായ സംശയമാണ്. അന്നത്തെ ആ അച്ഛൻ പറഞ്ഞത്, മോനെ, ചെങ്കോല് പിടിക്കാൻ നിന്റെ കൈകൾക്ക് കഴിയും. ഈ മകൻ എന്താ കൊണ്ടുവന്നെന്ന് ചോദിച്ച അച്ഛൻ്റെ കയ്യിലെ ചുരത്തുണ്ടിലാണ് പിടിക്കുന്നത്. ചുരത്തുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. ഈ ചുരക്കായുടെ കായ നടുവേ ഇങ്ങനെ കണ്ടിച്ചെടുക്കും. അപ്പോൾ ഒരു പാത്രം ഉണ്ടാവും, അതിലാണ് ഇവ മുറുക്ക പിടിക്കുന്നത്. ഇത് വേണമെന്ന് പറഞ്ഞാൽ പിടിക്കുന്നത്. അച്ഛൻ പറഞ്ഞു, മോനെ,
നിനക്ക് ചെങ്കോല് പിടിക്കാൻ കരുത്തുണ്ട് നിന്റെ കൈക്ക്, ഇത് പിടിക്കാൻ അത് പോരാ. മനസ്സിലായില്ല? മനസ്സിലായി. 6-ാം അധ്യായത്തിൽ അർജുനൻ 2-ാം അധ്യായത്തിൽ സൂചിപ്പിച്ച വിശേഷത്തിലേക്ക് അറിയാതെ പതിക്കുന്ന ഭൈക്ഷ്യമെന്ന ശബ്ദത്തെ സാമാന്യത്തിന്റെ തലങ്ങളിൽ അപഗ്രഥിക്കുമ്പോൾ ഈ ശാസ്ത്രം ഉയർന്നു വരുന്നത് അതിനെ ആസ്പദമാക്കിക്കൊണ്ട് വിശദീകരിക്കുമ്പോൾ കൃഷ്ണന്റെ ഉപദേശങ്ങളിൽ എവിടെയെങ്കിലും ഈ വിശേഷത്തിലേക്ക് പതിക്കുന്ന തലമുണ്ടോ എന്ന്, വിശേഷത്തെ എടുത്ത് അപഗ്രഥിച്ച അർജുനനെ വീര്യവാനാക്കുന്ന പ്രക്രിയയുണ്ടോ എന്ന്. പകരം സാർവലൗകികമായ ചിന്തയുടെ അത്യുന്നതങ്ങളായ രംഗങ്ങളെ മാത്രം അർജുനന് കേൾക്കാൻ പാകത്തിന് അപഗ്രഥിക്കുന്നതല്ലേ ഉള്ളൂ എന്ന് 2 തലങ്ങളെ ചേർത്തു വെച്ച് ഒരു ഭാഗത്ത് അപഗ്രഥിക്കുകയും ആധുനിക വിജ്ഞാനത്തിന്റെ ആഗമനത്തോടെ ഭാരതീയർ വിശേഷങ്ങളിൽ സാമാന്യത്തെ തളയ്ക്കാൻ പാകത്തിന് ആഹവ ഔത്സുക്യം വന്നവരെ പതിച്ചിട്ടില്ലേ എന്ന്. അവന്റെ ശാസ്ത്രചിന്തയുടെ ഭാവഭാവാദികളെല്ലാം ഈ വിശേഷത്തിൽ ഒതുങ്ങി ചുരുങ്ങിപ്പോകുന്നില്ലേ എന്ന്. എപ്പോഴെങ്കിലും അറിവിന്റെ തലത്തിൽ അതിൽ നിന്ന് മോചനം നേടി ഒരു സാമാന്യത്തിലേക്ക് വികസിക്കുന്നുണ്ടോ എന്ന് പേർത്തും അന്വേഷിച്ചാൽ ഈ അന്വേഷണത്തിനൊരു തല ഉണ്ടാക്കാനാണ് ഈ ആമുഖം പറഞ്ഞത്. ഇത് മുഴുവൻ ഞാൻ ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ എടുത്തതാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഭാഷ മാത്രം ഈശൽ ഭേദത്തോടെ അവതരിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതും പുതിയ ആളുകൾ ഉള്ളപ്പോൾ പഴയ ആളുകൾ കേട്ടത് വീണ്ടും കേൾക്കുന്നു എന്ന അരോചകത്വം ഒഴിവാക്കാൻ ആശയം അതുതന്നെ. ഭാഷ പ്രകാരാന്തരേണ അല്പമൊന്ന് മാറ്റി ഈ ചോദ്യത്തെ മുൻപിൽ വെച്ച് മെല്ലെ പഠിക്കാൻ ഒരുങ്ങിയാൽ അനുഭൂതമാകുന്ന ഒരറിവിൻ്റെ തലം അതെന്തായിരിക്കും? ഇവിടെയാണ് ആദ്യം ഉദാഹരണങ്ങളിലൂടെ ചോദിച്ചത്, വിശേഷങ്ങളിലൂടെ മാത്രം ചോദിച്ചത്. വിശേഷത്തെ നിരാകരിക്കാൻ അച്ഛനമ്മമാർ, ഭാര്യാഭർത്താക്കന്മാർ, ഗുരുശിഷ്യന്മാർ, സഹപാഠികൾ എന്നു തുടങ്ങി അനുദ്യോഗസ്ഥന്മാർ എന്നു തുടങ്ങി 1000 പാരസ്പര്യങ്ങളിൽ ഡയലക്റ്റിക്സ്, നേതാവ് അനുയായി, ഭഗവാൻ ഭക്തൻ അല്ലേ, അയാളെൻ്റെ ഭഗവാനാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭക്തനാണ് എന്ന് വരുന്ന ആ ഭക്തിയുടെ തലങ്ങൾ ഉൾപ്പെടെ ആധുനിക മനുഷ്യൻ ഇന്ന് ഉളവാക്കുന്ന പാരസ്പര്യങ്ങളിൽ അത്രയും വാക്ക്, പ്രവൃത്തി, മനസ്സ്, മനോവാക്കായ കർമ്മങ്ങളിലെല്ലാം സംഘർഷത്തിൻ്റെ ബീജം അർപ്പിക്കുവാൻ തക്കവണ്ണമാണോ ആ പെരുമാറ്റ വിശേഷങ്ങൾ
അതല്ല. സംയോജനത്തിന്റെ അലൗകിക ശാന്തി പ്രസരിപ്പിക്കുവാനാണോ അറിഞ്ഞും അറിയാതെയുമുള്ള അവന്റെ ശ്രമം? അറിഞ്ഞും ഒട്ടൊക്കെ അറിയാതെയും. ഞാൻ അറിഞ്ഞാണ് അവിടെ ആ സംഘർഷത്തിന് വിത്തിട്ടത്. എനിക്കറിയാം അവരടിക്കണം, ഞാൻ അതിന് തക്കവണ്ണം ചെയ്തിട്ടാണ് പോന്നിരിക്കുന്നത്. അമ്മ വിചാരിക്കുന്ന പോലല്ല. നീ അവിടെ ചെന്ന് അവരെ സോപ്പിട്ടൊക്കെ ഇട്ടിട്ട് പോകുന്ന സോപ്പാണെന്ന് അമ്മയ്ക്ക് തോന്നും. ആ സോപ്പിനകത്തുണ്ട് അവൻ തകരാനുള്ള പത. ഇങ്ങനെ വ്യക്തിയുടെ വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും സദാ സർവദാ നിറഞ്ഞു നിൽക്കുന്ന വിശേഷ ജ്ഞാനത്തിൻ്റെ ലൗകികാന്തോളനം കൊണ്ട് പൂരിതമായൊരു സംഘർഷത്തിൻ്റെ ബീജാവാപം. അത് വിതച്ച് 1000 മടങ്ങ് കൊയ്യുന്ന ആധുനിക മനുഷ്യന്റെ മുൻപിൽ അവന്റെ ശരാശരി പതിപ്പായ ഒരർജുനനും അതിനെ സാമാന്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുവാൻ പ്രാചീനതയുടെ തുടർച്ചയായൊരു പുരാണനും ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം വിവസ്വാൻ മനവേ പ്രാഹ മനവീക്ഷാകവേ ബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹ മഹതായോഗോ നഷ്ടപരന്തപ. 4-ാം അധ്യായം. അതാ പുരാണൻ എന്ന് പറഞ്ഞത്. ഞാൻ ഇത് തന്നെയാണ് പണ്ട് വിവസ്വാന് പറഞ്ഞു കൊടുത്തത്. വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തതും ഇതുതന്നെയാണ്. മനു ഇക്ഷാകുവിന് പറഞ്ഞു കൊടുത്തതും ഇതുതന്നെയാണ്. അപ്പോ ദേശകാല വിഷയ ആശയൈരപരാമൃഷ്ട പുരുഷവിശേഷ ഈശ്വര എന്ന നിർവചനത്തിൽ പതഞ്ജലി സൂക്തമനുസരിച്ച് പ്രചണ്ഡമാകുന്നൊരു കൃഷ്ണഭാവം. വിശദീകരണം വേണം. ആ പറഞ്ഞതിന് വിശദീകരണം വേണം. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയും, പ്രണവഃ തസ്യ വാചകഃ ഈശ്വര പ്രണിധാനാത് വ. പൂർണ്ണമായ അനുഭൂതിയിലേക്ക് എത്തുവാൻ ഈശ്വര പ്രണിധാനത്തെ ചൂണ്ടിക്കാണിക്കുന്ന പതഞ്ജലി ഈശ്വര പ്രണിധാനം കൊണ്ടും അതൊരു വഴിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന പതഞ്ജലി ഈശ്വരനെ നിർവചിക്കുന്നുണ്ട്. കാലം, ദേശം, വിഷയം, ആശയം ഇവയാൽ അപരാമൃഷ്ടമായ പുരുഷവിശേഷമേതോ അത് ഈശ്വരൻ. ഈശ്വരന്റെ നിർവചനം ഇതാണ്. ഈ ഉപദേശങ്ങളിൽ ഒന്നിലും കാലത്തിന്റെ പരിമിതിയില്ല, ദേശപരിമിതികളില്ല, ദേശകാല വിഷയം വിശേഷവിധിയായ വിഷയങ്ങളുടെ പരിമിതികളില്ല, ആശയം വാഹനം അതിനെ കൊണ്ടുപോകുന്ന ആ വാഹനത്തിന്റെ പരിമിതികളില്ല. അവയാലെല്ലാം അപരാമൃഷ്ടമായ പുരുഷവിശേഷമായി ഉയർന്നു നിന്നുകൊണ്ടാണ് ഈ സന്ദേശം പറയുന്നത്. അവനോ എല്ലാ കാലത്തെയും എല്ലാവരുടെയും ഗുരുവായിരിക്കും എന്ന് പതഞ്ജലി. അപ്പൊ ഈ ഉപദേശത്തിന്റെ പ്രശാന്തമായൊരു ഭൂമികയിലേക്ക് നിങ്ങൾ ഉയർന്നു ചെന്നാൽ സമസ്ത യുദ്ധങ്ങളുടെയും നിസ്വനം ഇല്ലാതാവുകയും
സമാധിഗതമായ പ്രശാന്തതയുടെ ഒരു ചിച്ഛക്തി വിലാസം നിങ്ങളിൽ നിന്ന് ഉണരുകയും ചെയ്യുന്ന ആ അനാഹത ധ്വനി കേൾപ്പിക്കുവാൻ പര്യാപ്തമായ ഉപദേശഃ ആദേശഃ. ഇതിനെ ആസ്പദമാക്കിയാണ് വിശേഷത്തെയും സാമാന്യത്തെയും കുറിച്ച് ചോദിച്ചത്. ഇതിന് വിപരീതമായൊരു ഘട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് മാനവ പാരസ്പര്യങ്ങളിലെല്ലാം വ്യക്തിയും ചേരുന്നിടത്തെല്ലാം ഒരപരൻ സംജാതമാവുകയും ആ അപരന്റെ ദുർഗുണങ്ങളും പ്രശ്നങ്ങളും സംജാതമാവുകയും അവനോടുള്ള ഏറ്റുമുട്ടലിന്റെ ശബ്ദമാധിക്യത്തോടെ ഉയർന്നു വരികയും ചെയ്യുന്നത്. രണ്ടു പേർ തമ്മിലുള്ള യോജിപ്പ് മൂന്നാമനോടുള്ള മത്സരത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തെറ്റാവുമോ? ഇത്രയും കാര്യങ്ങളാണ് വിശദീകരിച്ചാൽ മുമ്പിലെത്തുക. ഇനിയും മനസ്സിലായില്ല? മനസ്സിലായി. ഉത്തരം ബാക്കിയുള്ളവര് നിങ്ങളുടെ മാനവ പാരസ്പര്യത്തിലൊക്കെ ഒരപരനെന്നും നിങ്ങൾക്ക് വെളിയിൽ ദ്വേഷത്തിൻ്റെതായും ഒരു പ്രിയനെന്നും നിങ്ങളോടൊപ്പം പ്രിയത്തിൻ്റെതായും നിലകൊള്ളുന്നൊരു ലൗകിക ജീവിതത്തിനപ്പുറം, ദൃശ്യവിന്യാസങ്ങൾക്കപ്പുറം ഒരിക്കലെങ്കിലും ചിന്തിപ്പിക്കുവാൻ നിങ്ങളുടെ ശാസ്ത്രീയങ്ങളായ പഠനങ്ങളുടെ അംഗതലങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടും അതിൻ്റെ മാസ്മരികതയെക്കുറിച്ച് അവകാശവാദം മുഴക്കുമ്പോൾ സംക്ഷോഭ്യമായ മാനവ ജീവിതത്തിന്റെ രംഗവേദിയിൽ മാറി നിന്ന് ചിരിക്കുന്ന ഒരു കണ്ണനെ വ്യാസഹൃദന്തം അവതരിപ്പിക്കുന്ന ഒരു രീതി വിസ്മൃതിയുടെ അഗാധതകളിൽ മാനവചേതനയുടെ അത്യന്തഭാസ്ഫുരമായ ആത്മീയതയെ തളച്ച് യുദ്ധോത്സാഹത്തിൻ്റെ സ്മൃതികൾ ഉണർത്തുമ്പോൾ ഗീതയും ഗീതാകാരനും പോലും മാനവന്റെ വിസ്മൃതിയിൽ മറയുകയും അർജുനനും യുദ്ധവും രംഗപ്രവേശവും ചെയ്യുന്ന ഒരു പഠനവും പാഠ്യക്രമവും അതിൻ്റെ സാർവലൗകികതയും ഭാരതീയനെയും അവന്റെ സംസ്കൃതിയെയും എത്രത്തോളം അപജയത്തിലേക്ക് നയിക്കുന്നുണ്ടാവാം. ഒരു ജിഹാദിൽ നിന്നൊരു കുരിശുയുദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് സാർവകാലികതയുടെ, സാർവമാനവികതയുടെ, സാർവജനീനതയുടെ ഔന്നത്യങ്ങളിലേക്ക് നിങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കുന്ന ഗീതാ സന്ദേശം എത്തുക? ഈ അധ്യായ ആരംഭത്തിൽ നാം നിലകൊണ്ടുകൊണ്ട് 6
6 വരെ ശ്ലോകങ്ങളെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ, എന്നിട്ട് 7 മുതൽ എടുക്കാം, 7, 8 ഒന്നിച്ചെടുക്കാം. ഈ ആമുഖം അനിവാര്യമാണെന്ന് ബോധ്യമാവും. അല്പം കൂടി വിശദീകരണം വേണമെങ്കിൽ മാത്രം അർജുനനെ യുദ്ധം ചെയ്യിപ്പിക്കാൻ ദ്രൗപദി വസ്ത്രാക്ഷേപത്തിന്റെ ഓർമ്മകളിലേക്ക്, അരക്കില്ലത്തിന് തീയിട്ടതിന്റെ ഓർമ്മകളിലേക്ക്, നയിച്ചാൽ മതിയാകുമായിരുന്നില്ലേ? സമയം വ്യർത്ഥമാക്കുന്ന ഈ ഉദാര ഉപദേശങ്ങൾ കൊണ്ട് ഏതൊരു മനുഷ്യനാണ് യുദ്ധത്തിനുള്ള വീര്യമുണരുക? രാഗവും ദ്വേഷവും മനസ്സിൽ തത്തിക്കളിക്കാതെ, ഇന്ദ്രിയങ്ങളിൽ വേഗങ്ങൾ ആവാഹിച്ചുണർത്താതെ ഏതൊരുവനാണ് ആയുധത്തെ സമീപിക്കാൻ കഴിയുക? നിങ്ങളുടെ നിശബ്ദത പേടിപ്പിക്കുന്നുണ്ട് എന്നെ. ബാഹ്യവും ആന്തരികവുമായ വ്യാപാരങ്ങളെ നിയന്ത്രിക്കും. ചോദ്യത്തിന് മുമ്പ് ഞാൻ പറഞ്ഞതൊന്ന് നല്ലപോലെ പഠിക്കുക. അതായത് ആ പഴയ ചോദ്യം എപ്പോഴും കിടക്കുക അതല്ലേ, അതിനുശേഷം ഞാൻ പറഞ്ഞ ഒന്നും അങ്ങ് കയറിയിട്ടില്ല. അതിനു മുമ്പ് അത് കേക്ക് പയ്യെ പോകണം. എനിക്ക് മനസ്സിലായി, താൻ ചോദിക്കാൻ പോകുന്ന മനസ്സിലായതുകൊണ്ട് തന്നെ പറയാം. നല്ല പോകാൻ നോക്ക്. എൻ്റെ ചോദ്യം, രാഗവും ദ്വേഷവും വികാരപരതയിൽ കളിക്കാതെ, ഇന്ദ്രിയങ്ങളിൽ വേഗങ്ങൾ എത്താതെ ഏതൊരുവനാണ് അപരന് നേരെ പ്രയോഗിക്കുവാൻ, ആയുധത്തിനടുക്കലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുക? നല്ല വിചാരത്തോടുകൂടി ആർക്കാണ് ഹിംസാപ്രേരണയുള്ളൊരു ആയുധം പ്രയോഗിക്കാൻ കഴിയുന്നത്? ചോദ്യം മനസ്സിലായി? സ്മൃതികളും വിചാരങ്ങളും യുദ്ധത്തിന് പറ്റുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ചീഫ് സെക്രട്ടറിമാരും നിങ്ങളുടെ മന്ത്രിമാരും മതിയാകുമായിരുന്നില്ലേ അതിർത്തിയിൽ? ചോദ്യം മനസ്സിലായില്ല? വിവരം കുറഞ്ഞ ഈ 7ാം കൂലികളെ ആയുധവും മദ്യവും കൊടുത്തു വിടണമായിരുന്നു. അതിന് സാർവലൗകിക നീതിയുണ്ടാക്കുവാൻ രാജ്യസ്നേഹത്തിന്റെ ഉദാരമീമാംസകൾ ചമയ്ക്കുമ്പോൾ ആ യുദ്ധത്തിലേർപ്പെട്ടവന് വിചാരം വരുന്നൊരു വേളയിൽ ചോദിച്ചാൽ ആ വിചാരത്തോടുകൂടി ഒരിക്കലും ഒരു എതിരാളിയെ കാണുവാനോ എതിർപ്പുളവാക്കുവാനോ പറ്റില്ലെന്ന് അവൻ പറയില്ലേ? ചോദ്യം മനസ്സിലായില്ല? അച്ഛന് നേരെ, അമ്മയ്ക്ക് നേരെ, മകന് നേരെ, മരുമകന് നേരെ, അയൽവക്കംകാരന് നേരെ
ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉളവാക്കുന്ന വാസനകൾ ഉത്ബുദ്ധമാകുന്ന സ്വപ്നങ്ങളുടെ ആന്തോളനത്തിലും ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉൽപ്പന്നമാക്കുന്ന വാസനകളുടെ അനുദ്ബുദ്ധത ഏറ്റുവാങ്ങുന്ന അറിവില്ലായ്മയുടെ സുഷുപ്തിയിലും നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് രാഗദ്വേഷങ്ങളുടെ വേഗങ്ങൾ ഇരച്ചു കയറുമ്പോൾ മാത്രമല്ലേ നമ്മുടെ നാവുകൾ ആക്രോശങ്ങൾക്കും നമ്മുടെ കരചരണങ്ങൾ ഏറ്റുമുട്ടലുകൾക്കും വഴിയൊരുക്കുന്നത്. അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റാൽ, അവരെ ഒന്ന് കാണാൻ, ഒന്ന് നമസ്കരിക്കാൻ. ചോദ്യം മനസ്സിലായില്ല? ഞാനും നിങ്ങളുമൊക്കെ ആക്രോശിച്ചിട്ടുള്ള എല്ലാ ശബ്ദങ്ങൾക്ക് പിന്നിലും, ഞാനും നിങ്ങളുമൊക്കെ എടുത്തുപയോഗിച്ചിട്ടുള്ള എല്ലാ ആയുധങ്ങൾക്ക് പിന്നിലും അറിവിനെ വന്നു മൂടുന്ന രാഗദ്വേഷ പങ്കിലമായ ഒരു വികാരത്തിന്റെ അംശം ഇല്ല. ഉണ്ടെന്ന് മതിയോ? നിറഞ്ഞു നിൽക്കുന്നു. കുറച്ചുകൂടെ കടന്നു പറഞ്ഞു. അതേ ഉള്ളൂ. നിൽക്കും. അത് തന്നെ നമുക്ക് എങ്ങനെ വികാസം സാധ്യമാവും? ഒരിക്കലും സാധ്യമാവില്ല. രണ്ടാമത്തെ അത് ഇത്രയും കാര്യം മനസ്സിലായാൽ നമ്മളെ മനസ്സിലായി. ഇത്രയും മനസ്സിലായാൽ നമ്മളെ മനസ്സിലായി. ഇനിയൊന്ന് നോക്കിക്കാണുക. ആ വികാരം ഇങ്ങനെ ചോടുന്ന ഒരുമാതിരി കത്തിക്കേറി വരുമ്പോ ഒന്ന് നോക്കുക. കൊച്ചു കള്ള, നീ ഒന്ന് നോക്കിക്കാണുക. അമ്മയുടെ നേരെ, അച്ഛന്റെ നേരെ, മക്കളുടെ നേരെ, സഹോദരങ്ങളുടെ നേരെ, ഇങ്ങനെ പാരസ്പര്യത്തിന്റെ ഏത് ലോകങ്ങളിലും നിന്ന് ഒരു വികാരമായി ഇങ്ങനെ കയറി വരുമ്പോ ആ വികാരം തീപിടിച്ചു വന്ന് കരചരണങ്ങളിലേക്ക് വേഗങ്ങളായി. അപ്പോഴാണ് കൈയും കാലും ഒക്കെ പൊക്കുന്നത്. കൊടുത്തു കഴിഞ്ഞേ അറിയുള്ളൂ. ഉറപ്പാണ് അല്ലേ? നാവിൽ പദങ്ങളായി. ചിലപ്പോൾ അതുവരെ പഠിച്ച് ഒരു പദവും വരണമെന്നില്ല. മെനക്കെട്ടിരുന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? അച്ഛൻ, ജനകൻ, പിതാവ്, ഈ പദങ്ങളൊക്കെയാണോ വരിക? വരും ഇതൊക്കെ? എത്രയോ നാളിരുന്ന് പര്യായ ശബ്ദങ്ങൾ പര്യായ നിഘണ്ടുവിൽ നിന്ന് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയത് ഈ സമയത്ത് സഹായത്തിന് വരുമോ? ഭാഷാശാസ്ത്രത്തിന്റെ മേതുരദീർഘങ്ങളായ രംഗവേദികളിലൂടെ സഞ്ചരിച്ച പണ്ഡിതോത്തമന്മാർ ഒരു നിമിഷാർത്ഥത്തിൽ ഷാപ്പിലെ ഇന്നോളം അവൻ പഠിക്കാത്ത പദതല്ലജങ്ങൾ കൊണ്ട് അങ്കിതമായ ഒരു നാവുമായി നരാധമനായി താഴുമ്പോൾ ഇല്ല ഇല്ല പറഞ്ഞത് പറഞ്ഞില്ലെന്നും കേട്ടത് കേട്ടില്ലെന്നും വിചാരിക്കുന്നത് മാത്രമേ ഉള്ളൂ വികാസം. അത് വേറെ അതൊന്നും നമുക്ക് തീരുമാനം പിന്നെ ആകാം. ഞാനീ പറഞ്ഞത് നിങ്ങളുടെ നാവുകളിലേക്ക് നിങ്ങൾ പഠിച്ചറിഞ്ഞ മനോഹരങ്ങളായ പദങ്ങളാണോ ഈ വേഗങ്ങളുടെ മുഹൂർത്തങ്ങളിൽ നിങ്ങളുടെ അനുമതി തേടാതെ കയറി വരുന്നതെന്ന് നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരുടെ ഓർമ്മകളും ആ ക്ലാസ്സിലിരുന്ന അന്തരീക്ഷങ്ങളും നിറഞ്ഞു നിന്ന് മനോഹരമായ മസൃണമായ ഭാഷ ആ വേളകളിലേക്ക് ഒഴുകി വരുന്നു എന്ന് ആണോ? അല്ല, പഠിക്കാത്തതൊക്കെ പാടുന്ന ഈ പഠിപ്പുകളെയെല്ലാം ഉല്ലംഘിക്കുന്ന
പഠിച്ചവനെ പഠിക്കാത്തവനാക്കി മാറ്റുന്ന, മറ്റുള്ളവരെ തലോടാൻ, രോഗികളെ പരിചരിക്കാൻ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് അവനെ ആനന്ദിപ്പിക്കുമാറ് മനോഹരങ്ങളായ പദങ്ങൾ കൊണ്ട് അവനെ തലോടി തഴുകാൻ പഠിച്ച ഒരു ഋഷകുലശ്രേഷ്ഠൻ, പഠിപ്പിച്ച ബുദ്ധ. വീട്ടിൽ ഭാര്യയുടെ ഒരു വാക്കിൽ നിന്ന് പൂർവസ്മൃതികളുടെ അനുമതികൾ ഉണരുന്നൊരു വേളയിൽ അയാളുടെ നാവിൽ നിന്ന് വരുന്ന പദങ്ങളും അയാളുടെ കരചരണങ്ങളിലുണ്ടാകുന്ന ആവേഗങ്ങളും ഈ പഠിച്ച പൂർവസ്മൃതികളുടെ തലങ്ങളിൽ നിന്ന് സംജാതമാകുന്നുവോ അതല്ല വാസനകളുടെ കോടരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജന്മജന്മാന്തരങ്ങളുടെ രാഗദ്വേഷ പങ്കിലമായ തലങ്ങളിൽ നിന്ന് ഉണരുന്നുവോ എന്ന് ചോദിച്ചാൽ, മതവും ജാതിയും വർഗവും വർണ്ണവും ദേശവും കാലവും ഭിന്ന ഭിന്ന പ്രകൃതികളുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശാല വിശ്വത്തിൽ അതിനെ മുഴുവൻ ഉല്ലംഘിച്ച് മാനവ മനസ്സിന്റെ അഗാധതകളിലെ രാഗദ്വേഷ പങ്കിലമായ ഈ ലോകത്തെ മുഴുവൻ എടുത്തു മുമ്പിൽ വെച്ച് ആ വിശേഷങ്ങളെ മുഴുവൻ നിഹനിച്ച് സാമാന്യത്തിന്റെ ലോകങ്ങളിലേക്ക് മനസ്സിനെ ഉയർത്തി അഹിംസയുടെ അസ്തേയത്തിന്റെ സാർവജനീനമായ സ്മൃതികൾ ഉണർത്തുന്ന വാക്കുകൾ അതിനനുഗുണമായി രൂപാന്തരപ്പെട്ടു വരുന്ന സംസ്കൃതമായൊരു നാവിൻ്റെ അധരം മധുരം അല്ലേ അല്ലേ? അങ്ങനെ നിങ്ങൾ പാടാറുണ്ടെന്ന് തോന്നുന്നു. പാടുമ്പോൾ ഓർക്കാറുണ്ടോ എന്തുകൊണ്ടാണ് ഇത് മധുരമാകുന്നതെന്ന്? മധുരാധിപതേ പദേ അഖിലം മധുരം, അധരം മധുരം, വദനം മധുരം, ഹസിതം മധുരം അല്ലേ? എത്ര ജന്മങ്ങളുടെ തപസ്സുണ്ടാവണം, എത്ര ജന്മാന്തരങ്ങളുടെ പുണ്യമുണ്ടാവണം. മാനവൻ ഉയർന്നെത്താവുന്ന ജീവിത സോപാനത്തെ അതീവ മധുരമായി ചിത്രീകരിക്കുന്ന ഇങ്ങനെയാണോ ഞാനും നിങ്ങളുമൊക്കെ? നമ്മുടെ നാവൊക്കെ ഈ പഠിത്തം കൊണ്ടൊക്കെ സംസ്കരിച്ചോ? നമ്മുടെ മനസ്സുകൾ ആ മനോഹര മുഹൂർത്തങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടുവോ? കപ്പലിന് എപ്പോഴാണെങ്കിലും തുളയുണ്ടാകാൻ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേഗം പറ്റിയില്ലെങ്കിൽ കപ്പൽ മുങ്ങിയത് തന്നെ. തീർച്ചയായും കാര്യം പിടികിട്ടി. പിന്നെ ആലോചിച്ച് നോക്കുക, ഇവിടെയാണ് ഈ സാമാന്യ വിശേഷമൊക്കെ വരുന്നത്. ഇനി പുറകോട്ട് ചിന്തിച്ച് ഗീതയുടെ ഇവിടം വരെ കൃഷ്ണോപദേശങ്ങൾ ഈ സാമാന്യത്തിൽ നിൽക്കുന്നുവോ വിശേഷവിധിയായ രാഗദ്വേഷങ്ങളിൽ നിൽക്കുന്നുവോ? ഇത് മനസ്സിലായി? എവിടെയാണ്? സാമാന്യത്തിലാണ്. പിന്നെ എവിടെയാണ് യുദ്ധം? യുദ്ധം ഒരു വിശേഷം മാത്രമാണ്. തീർച്ചയായും അർജുനന് കിട്ടിയ കൃപയിൽ നിന്നാണ് അതിനെ സാർവലൗകികമാക്കാൻ കൃഷ്ണോപദേശം. പക്ഷേ ഈ കൃപ അർജുനൻ ഒരു നിമിഷം വന്നുവെങ്കിലും
അർജുനന്റെ ചേതനയിൽ ഒളിഞ്ഞു കിടക്കുന്ന വേഗങ്ങൾ യുദ്ധമായി രൂപാന്തരപ്പെടുക മാത്രമേ ഉപദേശാന്ത്യത്തിലും സാധിച്ചുള്ളൂ. കൃപ വന്ന സമയത്ത് ആ കൃപയുടെ പരിമിതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. പരമമായ കൃപയിലേക്കുള്ള അർജുനന്റെ ആ മാറ്റത്തെ കാരണമാക്കിക്കൊണ്ട് അർജുനനെയും തദ്വാര ലോകത്തെയും എക്കാലത്തെയും യുദ്ധ ഔത്സുക്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ പര്യാപ്തമായൊരു സന്ദേശം ഭഗവാൻ കൊടുക്കുമ്പോൾ അതിനെ അർജുനൻ സ്വീകരിച്ച് നിശബ്ദമായാൽ അർജുനൻ വിജയിക്കും, വായനക്കാരൻ പരാജയപ്പെടും. മനസ്സിലായില്ല. സാഹിത്യത്തിന്റെ ഈ മർമ്മം ഇന്നത്തെ സാഹിത്യകാരനെയും നിരൂപകനെയും കാൾ വ്യാസൻ അറിയുമായിരുന്നു. വ്യാസഹൃദന്തത്തിന്റെ ഈ കൃഷ്ണനും വ്യാസപ്രതിപക്ഷത്തിന്റെ ഈ അർജുനനും മനസ്സിലായില്ല. ആശയ സംഘർഷത്തിന്റെ രംഗവേദിയിൽ നിലകൊള്ളുമ്പോൾ അർജുനൻ കൃഷ്ണോപദേശത്തിന് ശിരസ്സു നമിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ യുദ്ധമെന്ന ഐതിഹാസികമായ കർമ്മത്തിന്റെ ഗതീയത എന്താകുമെന്ന് ഉത്തരം പറയാത്തിടത്ത് വരുംകാല തലമുറകൾക്ക് യുദ്ധം ചെയ്യുവാനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നില്ല. മനസ്സിലായില്ല. മറിച്ച് അഹിംസയുടെ കൃഷ്ണോപദേശത്തെ നിരസിച്ച് അർജുനൻ ഏറ്റുമുട്ടുന്ന മഹായുദ്ധത്തിൽ പാണ്ഡവ കൗരവ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരാകുന്ന പാണ്ഡവന്മാരുടെ വിജയത്തിന്റെ പരാജയം വായനക്കാരൻ രുചിച്ചറിയുമ്പോൾ അവന്റെ മസ്തിഷ്കത്തിലും മനസ്സിലും നിറഞ്ഞു നിൽക്കുന്ന യുദ്ധത്തിന്റെ പ്രകൃഷ്ട ബീജങ്ങൾ അത്രയും കരിഞ്ഞുണങ്ങുമെന്ന് വ്യാസനറിയാം. അത് സാഹിത്യമർമ്മം. ചോദ്യം അതല്ലേ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ സാരം? സംശയം വേണ്ട, ഇതാണ് എൻ്റെ ഉത്തരം. അതുകൊണ്ട് ഭാരതം മഹാഭാരത യുദ്ധം മുതൽ ഇന്നുവരെ പഠിച്ചവരിൽ നിശബ്ദമായ ശാന്തിയുടെ ആന്തോളനങ്ങളുണ്ടാക്കി. അവർ രംഗവേദികളിൽ നിറഞ്ഞു നിന്നപ്പോൾ ഇവിടുത്തെ സാമാന്യ ജനങ്ങളും പ്രകൃതിക്കു നേരെയാകട്ടെ സഹജീവികൾക്കു നേരെയാവട്ടെ അക്രാമികമായ സംഭാവ്യതകൾ ഉണർത്താതെ ശാന്തമായി ജീവിച്ചു. അങ്ങനെ ഈ രാജ്യം മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും മണ്ണും വിണ്ണുമെല്ലാം യോജിച്ചു നിൽക്കുന്ന സമഗ്രതയുടെ കേദാരമായി. കീഴടക്കുന്നതിലല്ല, കീഴടങ്ങുന്നതിലുമല്ല, പാരസ്പര്യത്തിലാണ് ആനന്ദമെന്ന് ഈ രാജ്യം പഠിപ്പിച്ചു. പുതിയ പഠിപ്പുകൾ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ കീഴടക്കുവാനുള്ള അഭിവാഞ്ച കൂടി. കീഴടങ്ങാത്തതിനോടുള്ള മത്സരത്തിന്റെ സ്വപ്നങ്ങളിൽ നിങ്ങൾ അസ്വസ്ഥരായി. ശാന്തി ഏതോ വിദൂരമായൊരു സ്വപ്നമായി. അശാന്തി നിങ്ങളുടെ ജീവിതത്തിന്റെ നിത്യതയായി. ഇതൊക്കെ എൻ്റെ ജൽപ്പനമാണ്. ഇതൊക്കെ എൻ്റെ ജൽപ്പനമാണ് അഥവാ നിങ്ങളുടെ അനുഭവമാണ്.
എന്റെ ചോദ്യത്തിനുത്തരം കഴിഞ്ഞു. ഇതൊക്കെ എന്റെ ജൽപ്പനമാണ്, നിങ്ങളുടെ അനുഭവമാണ്. അത് ഗീതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വ്യതിയാനം സുസൂക്ഷ്മം നോക്കിക്കാണും. ഈ മാർഗരേഖകളെല്ലാം വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാളെ യുദ്ധത്തിലേക്ക് നയിക്കാൻ ഈ 700 ശ്ലോകമൊന്നും ആവശ്യമില്ല. ആ നിൽക്കുന്നവനെ അറിയില്ലടാ, നിറഞ്ഞ സദസ്സിൽ വെച്ച് നിന്റെ രജസ്വലയായ ഭാര്യയുടെ വസ്ത്രം അഴിച്ചവൻ. ഒറ്റ ചോദ്യമേ വേണ്ടു, അജ്ഞാനം നിറയാൻ മനസ്സിലേക്ക് ആ രംഗം കടന്നിയല്ല, ഇന്ദ്രിയങ്ങളിലേക്ക് വേഗങ്ങൾ ചലിക്കാൻ, ഗാണ്ഡീവം കുലയേറ്റാൻ, അസ്ത്രമാ നെഞ്ചിലേക്ക് പോകാൻ, തീരാൻ. സംസ്കാരത്തിന്റെ ഒരു നാട്ടിൽ ഇത്രയും വലിയ വേരിയേഷൻസ് ഉള്ള ജനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നത്? ആ സംസ്കാരമുള്ളവർ ഇന്നും അന്നും കുറച്ചേ ഉള്ളൂ. അവരെല്ലാത്തിനെയും സ്വീകരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടായി. മനസ്സിലായില്ലേ പറഞ്ഞു? എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ബാക്കിയുള്ളവർ ഇവിടെ ജീവിക്കുന്നു? മറ്റേ മര്യാദക്കാരുടെ സ്നേഹോദാര ഭാവങ്ങൾ കൊണ്ട്. ഇനി മനസ്സിലായില്ല? തീർച്ചയായും ആ ഭാവനയുള്ളവർ കുറച്ചെങ്കിലും ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാ കാലത്തും ആ ന്യൂനപക്ഷം, എ ഡോമിനന്റ് മൈനോറിറ്റി. നിങ്ങളുടെ മൈനോറിറ്റി ആക്റ്റും മൈനോറിറ്റി അവകാശമൊന്നുമല്ല, നിങ്ങളുടെ ഭൂരിപക്ഷവുമല്ല, എ ഡോമിനന്റ് മൈനോറിറ്റി. എല്ലാത്തിലും കൂടി ഈ രാജ്യത്ത് ആകെ ഗുണിച്ച് ഹരിച്ചു വരുമ്പോൾ ഒരു ന്യൂനപക്ഷമുണ്ട്. ഈ സ്വഭാവമുള്ളവർ എപ്പോഴും എവിടെ മർത്യത വേദനിക്കുന്നുവോ അപ്പോഴൊക്കെ വേദനിക്കുകയും, എവിടെ മർത്യതയെ സന്തോഷത്തിലേക്ക് നയിക്കാൻ കഴിയുമോ അപ്പോഴൊക്കെ സന്തോഷിക്കുകയും സാർവലൗകികതയിലേക്ക് ഉയരുകയും ഒക്കെ ചെയ്യുന്ന ലളിതമായ ജീവിതം നയിക്കുന്നവർ. ജീവിതത്തിന്റെ സാരല്യവും സാരവും കണ്ടറിഞ്ഞവർ. അസ്മാദൃശന്മാരായ ആ പുണ്യശ്ലോകന്മാരുടെ മനസ്സും വാക്കും പ്രവൃത്തിയും കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നാം വിസ്മരിക്കുന്നത് അവരെ മാത്രവുമാണ്. ഞാൻ രാജ്യം എന്നുള്ള പദമേ ഉപയോഗിച്ചില്ല, ഇവിടെ എന്നേ ഉപയോഗിച്ചില്ല. ഞാൻ ഇന്ത്യ എന്നോ മറ്റു രാജ്യമെന്നോ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ലെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇവിടെ എന്നേ ഉപയോഗിച്ചുള്ളൂ. കാരണം എൻ്റെ പൂർവന്മാർക്ക് അതിർത്തികൾ ഉണ്ടായിരുന്നില്ല ഈ സന്ദേശത്തിന്. അതെ, അതുകൊണ്ട് ഞാൻ ഒരു അതിർത്തിയും വെച്ച് പറഞ്ഞില്ല. ഇവിടെ എന്ന് പറഞ്ഞത് പാലായെ ഉദ്ദേശിച്ചല്ല. ഇവിടെ എന്ന് പറഞ്ഞത് കേരളത്തിൽ ഒതുങ്ങുന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ മൻമോഹൻ രേഖ വരച്ച് അതിർത്തി നിശ്ചയിച്ചൊരു അതിർത്തിക്കുള്ളിലെ ദേശവുമാകുന്നില്ല. അല്ലേ? ആ രേഖയല്ലേ? അല്ലേ? വസുധൈവ കുടുംബകം. അതിലെ സമസ്ത ചരാചരങ്ങളും
ചോദിച്ചത് നന്നായി. കാരണം ബാക്കിയുള്ളവർ അങ്ങനെ ഞാൻ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനി അഭിമാനം കൊണ്ട് പിരിക്കാൻ പോകണ്ട. പിരിക്കാനാണല്ലോ ഇതെല്ലാം, അല്ലേ? അപ്പൂപ്പന്റെ ചന്തിയിലെ തഴമ്പിന്, ആനപ്പുറത്ത് കയറിയ തഴമ്പിന് മകൻ പിരിവ് നടത്തുന്ന രാജ്യമാണല്ലോ ഇത്. ശരിയല്ലേ? ശരിയല്ലേ? എല്ലാ കൊള്ളിക്കിരുതാഴികളും ചെയ്യുമ്പോഴും എൻ്റെ അപ്പൂപ്പൻ നല്ലവനായിരുന്നതിന് തരണമെന്ന് നിർബന്ധപൂർവം തെമ്മാടിപ്പിരിവ് നടത്തുന്നവർ മക്കളാണ് നമ്മൾ. മുടിയന്മാരായ പുത്രന്മാർ. അപ്പൂപ്പൻ ഇനിയും കാത്തിരിക്കും തിരിച്ചു വരുന്നൊരു നല്ല നാളേക്ക് വേണ്ടി. ആമുഖം കഴിഞ്ഞ് നമുക്ക് ശ്ലോകത്തിലേക്ക് കയറാം. അപ്പോ ഗീത അർജുനന്റെ വീര്യവത്തയെ യുദ്ധ ഔത്സുക്യം നിറഞ്ഞ ലൗകികതയിലേക്ക് തള്ളിക്കൊണ്ടുപോകുവാൻ പാകത്തിന് ഒരു വാക്കുപോലും ഉപദേശത്തിൽ കൃഷ്ണൻ പെടുത്തിയില്ലെന്നും സാർവലൗകികവും സർവാദരണീയവുമായ അഹിംസയുടെ അത്യന്ത ഭാസുരങ്ങളായ സന്ദേശങ്ങൾ കൊണ്ടാണ് ഇത് നിറയുന്നതെന്നും ഏതാണ്ട് ഇതിനകത്തിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് സമ്മതമായി എന്ന് ഞാൻ വിചാരിക്കട്ടെയോ? പുറത്തിറങ്ങുമ്പോൾ മാറാം. എന്നാലും ഇത് ശരിയല്ല. പിന്നെ അവിടെ ഇരുന്ന് പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്ന് തന്നെ ആയാൽ പോലും ഇപ്പോൾ സമ്മതമായി എന്ന് വിചാരിക്കാം. എന്നിട്ട് മുന്നോട്ട് പോവാം. മറ്റാക്ഷേപങ്ങളൊന്നുമില്ലെന്ന് വിചാരിക്കാം. ഇനി നോക്കാം. 7-8 ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യതേ യോഗി സമലോഷ്ടാത്മകഞ്ചനഃ. ഉപദേശം അങ്ങ് തുടങ്ങുകയാണ്. കാരണം 2-ാം അധ്യായം 42, 43, 44, 45 ശ്ലോകങ്ങളിൽ ഒരു സന്ദേശമുണ്ട്. യാമിമാം പുഷ്പിതം വാചം പ്രവദന്ത്യ വിപശ്ചിതഃ വേദവാദരഥാപർത്ഥ നാന്യതസ്തീതി വാദിനഃ എന്ന് തുടങ്ങി ത്രൈഗുണ്യ വിഷയാവേദാനിസ്ത്രൈഗുണ്യോ ഭവർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ എന്നുവരെ കണ്ടോ പറഞ്ഞ് തസ്മാത് യോഗീ ഭവർജുന എന്ന് മറ്റൊരിടത്ത് അവസാനിപ്പിക്കുമ്പോൾ യോഗയുക്തത എന്തെന്ന് 2-ൽ വേറെയും ചിലടത്ത് പറയുന്നുണ്ട്. യോഗസ്ഥ കുരു കർമാണി സംഗം തെക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ.
ഈ ശ്ലോകങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇതിലേക്ക് പ്രവേശിച്ചാൽ, നിർദ്വന്ദ്വൻ, നിത്യസത്വസ്ഥൻ, നിർയോഗക്ഷേമ ആത്മവാൻ, വേദങ്ങളിലെ സംഹിതാഭാഗങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഗുണവിശിഷ്ടങ്ങളായ സത്വരജസ്തമസാദികളോടുകൂടിയ അറിവിന്റെ ലോകങ്ങളിൽ നിന്നുപോലും കടന്നുപോകാൻ പറയുന്ന വേദവൈദികങ്ങളായ അറിവുകളെയും അതിക്രമിച്ചു നിൽക്കുന്ന യോഗാരൂഢന്റെ ലക്ഷണത്തിലേക്ക് ഉയരാൻ ഉപദേശിക്കുന്ന യോഗീഭവാർജുന, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവ. വേദം ത്രിഗുണ വിഷയമാണ്. അത് സത്വരജസ്തമസ്സുകളാൽ നിറയപ്പെട്ടതാണ്. ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് സമസ്ത ജീവികളും കർമ്മം ചെയ്യുന്നത്. 3, 5 നഹി കശ്ചിത് ജണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. പഠിക്കാൻ ഒരുങ്ങിയിറങ്ങുകയാണെങ്കിൽ ഗീതയൊക്കെ സമഗ്രമായി ഇങ്ങനെ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം. അപ്പൂപ്പൻ്റെ ഈ പൊതിക്കെട്ടും എടുത്ത് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഇവിടുന്നുമൊക്കെ 4 ശ്ലോകങ്ങൾ മാത്രം തിരികെ അതും അറിയാം എന്ന മട്ടില് ആരെങ്കിലും നാൽക്കവലൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ അതിൽ 2 ശ്ലോകം ചൊല്ലി പറഞ്ഞിട്ടിറങ്ങി പോരുമ്പോൾ നാം ആ ഗ്രന്ഥത്തിനേൽപ്പിക്കുന്ന ആഘാതം മറന്നു പോകരുത്. ഒന്നിന്റെ സമഗ്ര ദർശനം അറിയാതെ ഭാരതീയൻ അതിനെ ഉപയോഗിക്കുന്നു ഇന്ന് എന്നുള്ളതാണ് അവന്റെ അറിവിലും ജീവിതത്തിലും വന്നിരിക്കുന്ന അപജയം. എല്ലാത്തിനെക്കുറിച്ചും അവിടുന്നും ഇവിടുന്നുമുള്ള അല്പം അറിവുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ ശ്രേഷ്ഠതയായി എന്ന കരുതലാണ് ജീവിത സന്ദർഭങ്ങളിൽ അവൻ പരാജയപ്പെടുവാനുള്ള മുഖ്യ കാരണങ്ങളിലൊന്ന്. അറിയാതിരുന്നാൽ ഒരുപക്ഷെ ഇത്രയും പരാജയപ്പെടുകയില്ല. മനസ്സിലാവുമോ എന്നറിയില്ല. മനസ്സിലാവില്ല? മനസ്സിലായി. അതുകൊണ്ട് ഇതിനെയൊക്കെ കയറി കാണുമ്പോൾ ഇതിന്റെ സമഗ്രത ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചൊരു പുസ്തകത്തിൽ നിന്ന് കയറി അർജുനനെ തട്ടി ഉണർത്തിയത് ഇതാണെന്നൊക്കെ അടിച്ചു പറഞ്ഞ് അവിടെ ഇരിക്കുന്നവനെയൊക്കെ തട്ടി ഉണർത്തി വിടുമ്പോ അല്ലേ സമഗ്രമായി നോക്കണം. അർജുനോട് കൃഷ്ണൻ പറഞ്ഞത് ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്നായ. മറന്നുപോകരുത്. നിർഗുണ്യോ നിത്യത സത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. 3 നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതിജൈർഗുണൈഹി. പ്രകൃതിജ ഗുണങ്ങളായ സത്വം രജസ് തമസ് ഇതിൽ പെട്ടിട്ടായി ലോകം കറങ്ങുന്നത്. കർമ്മവും അതിലാണ്. വേദവൈദികങ്ങളായ അറിവുകളെ ഉല്ലംഘിക്കുന്ന ഗുണാതീതാവസ്ഥയിലേക്ക് ഉയരുന്ന ഒരറിവിന്റെ മേഖല മുഴുവൻ തുറന്നു വെച്ചിട്ടാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. അർജുനനെയും തദ്വാര
ഒരു ജനതയെയും മുഴുവൻ മാനവലക്ഷ്യമായ മുക്തിയുടെ സോപാനത്തിലേക്ക് എത്തിക്കുക, നിത്യമോചനത്തിന്റെ സുന്ദര സന്ദേശം അവരെ അറിയിക്കുക, ആ സുവിശേഷത്തിൽ അവരെ മഗ്നരാക്കുക. ഈ ഒരു സന്ദേശം ഉപദേശിച്ച് കഴിഞ്ഞാണ് ഇവിടെ ധ്യാനയോഗത്തില് ആ യോഗിയുടെ അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ജിതാത്മനഃ പ്രശാന്തസ്യ സമാഹിതഃ ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ സമഃ ജ്ഞാനവിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥഃ വിജിതേന്ദ്രിയഃ സമലോഷ്ടാസ്മ കാഞ്ചനഃ യോഗി യുക്തഃ ഇതി ഉച്യതേ. എന്റെ രീതി നോക്കുക. ജിതാത്മനഃ, കരണം, ഇന്ദ്രിയം, കളേബരം, ഇതിൽ നിന്ന് കേവലമായ ആത്മസത്തയെ വേറിട്ട് കാണാൻ കഴിഞ്ഞവൻ. ഇന്ദ്രിയങ്ങളെ ജയിക്കുക, അന്ധകരണത്തെ ജയിക്കുക, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആത്മതഥ്യ ഇതിൽ നിന്ന് അന്യമാണെന്ന് അനുനിമിഷം സ്മരണയിലുണ്ടായിരിക്കുക. ഇത് ഞാനല്ല എന്ന് ബോധ്യമാകുന്നതോടെ സമസ്ത മാനവ പ്രശ്നങ്ങളിലും ശാന്തി കളിയാടുക. ഇത് ഞാനാണെന്ന അധ്യാസമാണ് സുഖവും ദുഃഖവും. അറിവില്ലായ്മയുടെ രണ്ട് അർത്ഥഗോളങ്ങളാണിവ. അവയാണ് എല്ലാ സ്വർഗ നരകങ്ങളും. മനസ്സിലായില്ല? വിശദീകരണം വേണ്ട? വേണം. എൻ്റെ അറിവില്ലായ്മയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഇതമെന്ന വൃത്തിവിശേഷത്തിൽ ആവിർഭവിച്ച് അഹമെന്ന വൃത്തിവിശേഷത്തിൽ അവസാനിക്കുമ്പോൾ ഇതിനാൽ ഞാൻ സുഖിയെന്നും ഇതിനാൽ ഞാൻ ദുഃഖിയെന്നും രണ്ടറിവുകൾ സംജാതമാവും. പ്രത്യക്ഷവും അനുമാനവും ആഗമവും ആകുന്ന പ്രമാണങ്ങൾ, വിപര്യങ്ങൾ, വികൽപ്പങ്ങൾ, നിദ്ര, സ്മൃതി, ഈ വൃത്തിവിശേഷങ്ങളുടെ ലോകങ്ങളിൽ ഇതമെന്ന് പ്രമാണരൂപമായി അറിയുന്ന ഒരു ലോകം എനിക്കുണ്ട്. ഞാൻ ഇരിക്കുന്നതിനടുത്തൊരാളിരുന്നാൽ അയാൾ ഞാൻ സ്വപ്നം കാണുന്നത് പോലെ അല്ലാതെയൊന്നിരുന്നാൽ ഞാൻ വിചാരിക്കുന്നതല്ലാത്തൊരു പദം എൻ്റെ കുഞ്ഞിൽ നിന്നുണ്ടായാൽ, ഞാൻ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞ് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ, നടന്നില്ലെങ്കിൽ, കമിഴ്ന്നില്ലെങ്കിൽ, എൻ്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചുകൊണ്ടുവരുന്നവരോട് ഞാൻ പെരുമാറുന്നത്ര ഔന്നത്യത്തിൽ ആ കുഞ്ഞ് പെരുമാറിയില്ലെങ്കിൽ, മനസ്സിലായില്ല?
ആ ഗവേഷണമല്ലേ എല്ലാത്തിനും ദുഃഖത്തിന് കാരണം. അതിലേക്ക് പോവാതെ നമുക്കൊരു ശാസ്ത്രം പഠിക്കാം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നുമുള്ള പദം ഉപയോഗിച്ചില്ല. നിങ്ങൾ ഈ ചെറിയ പദങ്ങൾ കൊണ്ട് ഇതൊക്കെ കലുഷിതമാക്കാതെ ഈ സന്ദർഭങ്ങളിലൊക്കെ ആ കുഞ്ഞല്ല ദുഃഖിക്കുന്നത്, ഞാനാണ് ദുഃഖിക്കുന്നത്. കുഞ്ഞിനല്ല ദുഃഖം. ഗവേഷണമൊക്കെ വിടുന്ന ഇതൊന്ന് കേൾക്കുന്ന ആദ്യം. തോക്ക് കയറി വെടിവെക്കാതെ. തോക്ക് കയ്യിലേക്ക് ഞാൻ തരാം, അതുകൊണ്ട് വെടിവെച്ചു. ഒന്ന് ക്ഷമിക്കേ. ഇത് പണ്ട് ബിഷപ്പ് പറഞ്ഞ പോലെയാണ്, എൻ്റെ കർത്താവെ മലയോളം ക്ഷമ എനിക്ക് തരണേ, അതിപ്പോ തന്നെ തരണം എന്ന് പറഞ്ഞ പോലെ. സ്വല്പം സമയമാകട്ടെ, നമുക്ക് പയ്യെ പോകാം. ക്ലാസ്സിനി ഒരുപാട് ദിവസത്തേക്ക് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വരും, കൊണ്ട് പേടിക്കണ്ട. നിങ്ങൾ തന്നെ വേറൊരു രൂപത്തിലെങ്കിലും ഇത് കേൾക്കും. തിരക്കൊന്നും കൂട്ടണ്ട. കാതുകുത്തിയവർ പോയി കഴിഞ്ഞാൽ കടുക്കനിട്ടവർ വരും. അതുകൊണ്ട് ഒരു തിരക്കും വേണ്ട, നമുക്ക് പതുക്കെ പോയാൽ മതി. ഈ സംസ്കൃതിയുടെ പ്രത്യേകതയാണത്. അതുകൊണ്ട് ഇതൊന്നും മൺമറഞ്ഞു പോവില്ല. ഇത് സംരക്ഷിക്കാൻ നിങ്ങൾ വടിയും തടയൊന്നും പഠിക്കുകയും വേണ്ട. ഇത് സംരക്ഷിക്കുന്ന അനുഭവം കൊണ്ടാണ്. അതുകൊണ്ട് അത് സനാതനമാണ്. എഴുതി വെച്ചവന്റെ വാക്കിനേക്കാൾ പുണ്യമൊന്നും നിങ്ങളുടെ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾക്കില്ല. അവന്റെ തപസ്സിൽ നിന്നാ വാക്ക് വന്നത്. ഇത് സനാതനമാണ്. അതിന് നിങ്ങളുടെ വഴിക്ക് അതിനെ സനാതനമാക്കി നിലനിർത്താൻ കഴിവില്ല. അനുഭവിക്കാൻ ശ്രമിക്കുക, സ്വന്തമാക്കാൻ ശ്രമിക്കുക, സ്വകീയമാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് പതുക്കെ പോകും. ഇതമെന്ന ഈ വിശ്വം, ഇത് പുസ്തകം, ഇത് കൊട, ഇത് വടി എന്നൊക്കെ വരുന്ന പൂർവാനുഭവത്തിന്റെ വൃത്തിവിശേഷം ഇതം എന്നൊന്ന് തലനീട്ടിക്കഴിഞ്ഞാൽ, ഇതെന്റെ മകൻ, ഇതെന്റെ മകൾ, ഇതെന്റെ വീട്, ഇതെന്റെ ആശ്രമം, ഇത് എനിക്ക് മന്ത്രദീക്ഷ കിട്ടിയ പ്രസ്ഥാനത്തിന്റെ ആശ്രമം, ഇതെന്റെ സ്വാമിമാരുള്ള ആശ്രമം, ഇതെന്റെ ഗുരുവിന്റെ ഫോട്ടോ, ഇതെന്റെ, ഇങ്ങനെ ഇതം വൃത്തിയായി 1000 കാര്യങ്ങളുണ്ട്. നല്ലതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാത്ത ഒരുപാട് ഇതമുണ്ട്. ഇതെന്റെ കാൽ, ഇതെന്റെ കൈ, ഇതെന്റെ വടി, ഇങ്ങനെ ഒരുപാട് ഇതമുണ്ട്. ശരിയല്ലേ? എന്റെ പടം, എന്റെ കിണ്ടി, എന്റെ പുസ്തകം ഒക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ഇതം പോകും. ഈ ഇതം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒരു ചോദ്യം ചോദിക്കും താൻ, ഇതെന്ത്? മുമ്പ് അതിന്റെ ഉത്തരം ആരോ പറഞ്ഞതെന്ന് ജന്മജന്മാന്തരങ്ങളിൽ അകത്ത് കിടപ്പുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ ആ ചോദ്യം വരുന്ന മാത്രയിൽ ഉത്തരം വരും. അതുകൊണ്ട് തിരിച്ചറിയില്ല. അറിവില്ലാത്തതാണെങ്കിൽ ഇതെന്തെന്ന് ചോദിക്കും. മനസ്സിലായില്ല? അറിഞ്ഞു കഴിഞ്ഞതാണെങ്കിൽ ചോദ്യവും ചോദ്യത്തോടൊപ്പം ഉത്തരവും വരും. മനസ്സിലായി? ഓ, ഇത് ഗോപാലകൃഷ്ണൻ. അപ്പൊ ആദ്യം ചോദ്യം ഉണ്ടായിരുന്നു, ഇതാരാ? ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ ഇവനാണ് അന്ന് സ്കൂളിൽ പഠിച്ചപ്പോ ഞാൻ ബെഞ്ചയിലേക്ക് ഇരിക്കാൻ നേരത്ത കൂർമ്മിച്ച പെൻസിൽ വെച്ച്. വർഷങ്ങൾക്ക് ശേഷം ഇവനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. നന്നായി. ഇവനാൽ ഞാൻ ദുഃഖി അല്ലെ? ഇപ്പൊ ദുഃഖല്ലേ ഒന്നായി അല്ലേ? ഇവൻ ഗോപാലകൃഷ്ണൻ വളരെ ഉയരങ്ങളിലാണ്. പഠിക്കുന്ന കാലത്ത് ഇവൻ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അവൻ എഴുതിയ പേപ്പർ പുറകോട്ട് തന്നെഴുതിയാണ് ഞാനും പരീക്ഷ കടന്നത്. ഗോപാലകൃഷ്ണ, നീ എന്നാ ഇവിടെ വന്നേ? ചായയൊക്കെ കുടിക്കാം. ഇവനാൽ ഞാൻ സുഖി. ശരിയല്ല? ഇങ്ങനെ ഇതമാകുന്ന ഒരു പ്രപഞ്ചം എല്ലാത്തിലുമുണ്ട്. ഇതെന്റെ ഭാര്യ, ഇവൾ തന്ന സന്തോഷം, ഇവളെനിക്ക് ഒരുക്കി തന്ന ആഹാര പരമ്പരകൾ, ഇതിനാൽ ഞാൻ സുഖി. ഇവളാൽ
ഇവൾ എനിക്ക് ചേരാത്തവൾ, വേറൊരുത്തിയെ കണ്ടു അവൾ ചേർന്നവൾ, ഇവൾ ഉള്ളിടത്തോളം അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റില്ല, ഇവളാൽ ഞാൻ ദുഃഖി. ശരിയല്ല? ഇതം വൃത്തിയിൽ നിന്ന്, ഇതമെന്ന ഈ ലോകമാകുന്ന വൃത്തിയിൽ നിന്ന്, എൻ്റെ ലോകം അത്രയേ ഉള്ളൂ, അത് വിശേഷവിധിയായി മനോവൃത്തിയായി, ഇനി ആ സാധനം വേണ്ട, അങ്ങ് മാറ്റിവെച്ചാലും എൻ്റെ മനസ്സ് അതായിത്തീരും. വെറുതെ ഇരിക്കുമ്പോൾ ഇത് കയറി വരും. മനസ്സിലായില്ല? മനോവൃത്തിയായി, ബുദ്ധിവൃത്തിയായി, അതിൽ കരണങ്ങളും കാരണങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് അപഗ്രഥിച്ച് ബുദ്ധിവൃത്തിയായി. അപ്പോ ഇതം വൃത്തി, മനോവൃത്തി, സ്മരണയിൽ നിന്ന് ചിത്തവൃത്തി, അപഗ്രഥനത്തിൻ്റെതായ ബുദ്ധിവൃത്തി, അവസാനം ഇതുകൊണ്ടാണ് എൻ്റെ സുഖം, ഇതില്ലാതെ എനിക്ക് സുഖമില്ല, ഇതിനാൽ ഞാൻ ദുഃഖി. കൊച്ചു കുഞ്ഞ് ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിച്ചാൽ കയ്യിൽ കിട്ടിയ താക്കോല് പിന്നെ വിടില്ല, 50 പൈസ വിടില്ല. ഇനി അതിൻ്റെ വൃത്തിവിശേഷത്തിൽ വേറൊരു സാധനം കയറ്റി ഇതിനേക്കാൾ സുഖം നൽകുന്നതാണെന്ന് അതിനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇത് പറിക്കാൻ പറ്റൂ. ശരിയല്ല? ഈ കുഞ്ഞ് ഒരിക്കലും അറിവ് കൊണ്ട് നിങ്ങളിൽ മരിക്കുന്നില്ല. അറിവ് ഉണ്ടാകുന്നു എങ്കിൽ ഈ ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിക്കുന്ന ഈ ശൈശവ സഹജമായ അജ്ഞാനം ഇല്ലാതാവണം. ഈ അജ്ഞാനം ഉണ്ടോ വയസ്സിലും? ഉണ്ടോ? ഇല്ല. ഇത് തന്നെയാണോ അജ്ഞാനം? എന്റെ ഇരിപ്പിടം, എന്റെ കസേര, ആരാ എന്റെ മുണ്ടെടുത്തത്? ആരാ എന്റെ കസേരയിൽ കയറിയിരുന്നത്? ആരാ എന്റെ പാത്രത്തിൽ വിളമ്പിയുണ്ടത്? ആരാ എന്റെ സോപ്പെടുത്ത് കുളിച്ചത്? കേക്കടൂ മുഴുവൻ. അപ്പൊ ഇതം വൃത്തിയിൽ നിന്ന് അഹം വൃത്തിയിലേക്ക് പരിണമിച്ച് ഇത് ഞാനാണെന്ന് താദാത്മ്യാധ്യാസം വന്ന് ദുഃഖിക്കുകയും സുഖിക്കുകയും മാറി മാറി ചെയ്യുന്ന വിണ്ണും മണ്ണും ഉളവാക്കുന്ന തലമൊന്ന്. മനസ്സിലായി? ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളെ ഈ വഴിക്ക് വിടാതെ കരണവും ഇന്ദ്രിയവും കളേവരം തൊട്ടറിയും അനേക ജഗത്തു നോർക്കിലെല്ലാം പരവെളി തന്നിലുയർന്ന ഭാനുമാൻ തന്നെ ഉരുവാണ് തിരഞ്ഞു തേറിടേണമെന്നറിയുന്നത്. അഥവാ യാതൊരുവനാണോ പഞ്ചേന്ദ്രിയങ്ങൾ അറുത്ത് ഹോമിച്ചതം വഞ്ചിതജ്വാലതൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്ത് അമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗമായ അഗ്നിയുമായി താദാത്മ്യം പ്രാപിക്കുന്നത്, അഥവാ യാതൊരുവനാണോ ആ 5 കിളികളെയും അരിഞ്ഞ് കീഴ്മറിക്കുന്നത്, ഒളി മുതൽ അമ്പഴം 5മുണ്ട് നാറുന്നളികയിലേറി നയേന മാറിയാടും കിളികളെ 5 അരിഞ്ഞ് കീഴ്മറിക്കുന്നത്. ഇനി ശുദ്ധമായ ഭാഷയിൽ യാതൊരുവനാണോ ഇന്ദ്രിയങ്ങളെയും അന്ധക്കരണത്തെയും സൂക്ഷ്മ സ്ഥൂല കാരണദേഹങ്ങളെയും അതിക്രമിക്കുന്ന ആത്മതത്വത്തെ നിതരാം ബോധ്യപ്പെടുന്നത്, അവൻ ജിതാത്മന. തീർച്ചയായും അവനാണ് ജിതാത്മാവ്. ജിതാത്മന, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, മനസ്സിനെ ജയിച്ചവൻ, ബുദ്ധിയെയും അന്ധക്കരണത്തെയും ജയിച്ചവൻ, ഈ പ്രാപഞ്ചികതയുടെ ആന്തോളനങ്ങളിൽ മുങ്ങിത്തപ്പാത്തവൻ. 12 മണിയായോ? ആ ജിതാത്മാവായി
ദേഹത്തെ സംബന്ധിച്ച് ആത്മാവിനെ ജയിച്ചവൻ, ഞാനെന്ന പരിമിതാശയനല്ല ഞാനെന്നറിഞ്ഞവൻ, ഞാനെന്ന് തോന്നുന്നെങ്കിൽ ഇതെല്ലാം ഞാനാണെന്ന് അനുഭവിക്കുന്നവൻ, ആ ജിതാത്മാവ്. പ്രശാന്തസ്യ, പ്രശാന്തനായവൻ, പ്രകർഷേണ ശാന്തനായവൻ, ശാന്തനും അല്ല പദം, നല്ലപോലെ ശാന്തനായവൻ, പരമാത്മാ, പരമാത്മാവ്, സമാഹിത, സമാഹിതമായിരിക്കുന്നു. അല്ലെങ്കിൽ അന്യരുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവനാണെങ്കിലും പോരെ. അതൊക്കെ പരിമിതാർത്ഥമാണ്. അതിനേക്കാളൊക്കെ കൂടിയ അല്ല, ആ സയൻസ് ഒന്നുമില്ല ഇവിടെ. ഇവിടെ മെഡിക്കൽ സയൻസും മറ്റേ സയൻസും ഒന്നുമില്ല. ഇവിടെ ഒരു സയൻസേ ഉള്ളൂ, ആത്മാവിനെ സംബന്ധിക്കുന്ന സയൻസ്. അത് മാത്രമേ സയൻസ് ഉള്ളൂ. നിങ്ങൾ ശാസ്ത്രം, സയൻസ് എന്നൊക്കെ പറയുന്നത് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് എന്നാണ്, അല്ലേ? ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. ഗണിതയുക്തികൾ കൊണ്ട് കാണുന്നവയെ പഠിക്കുന്ന പഠനത്തിന് ശാസ്ത്രമെന്ന് വിളിക്കാം. പഠിക്കുന്നവന്റെ ദൃഷ്ടിയൊന്ന് മാറിയാൽ പഠന വിഷയം മാറും. രാവിലെ എഴുന്നേറ്റ് ഒരു ബോർഡിൽ ഒരു ത്രികോണം വരച്ച് ABC എന്ന ത്രികോണത്തിന്റെ ആന്തരകോണുകളുടെ അളവളന്ന് കൂട്ടി നോക്കിയപ്പോൾ 180 ഡിഗ്രിയും, അത് കഴിഞ്ഞ് PQRന്റെ നോക്കിയപ്പോൾ 180 ഡിഗ്രിയും, XYZന്റെ നോക്കിയപ്പോൾ 180 ഡിഗ്രിയും, MNBയുടെ നോക്കിയപ്പോൾ 180 ഡിഗ്രിയും കണ്ട മിസ്റ്റർ അയ്യർ അവിടെ ഇരുന്നുകൊണ്ട് യൂക്ലിഡിയൻ ജോമെട്രിയുടെ ഫണ്ടമെന്റൽ കാണാതൊരു വിട്ട് പഠിക്കുമ്പോൾ ഒരു ത്രികോണത്തിന്റെ ആന്തരകോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് പറയുമ്പോൾ മകൾ രാധ അകത്തിയെന്ന് ഒരു ചീനച്ചട്ടി എടുത്തുകൊണ്ടെന്ന് അതിൻ്റെ പുറത്തൊരു ത്രികോണം വരച്ച് അതിൻ്റെ ആന്തരകോണുകളുടെ തുകയളന്ന് അച്ഛാ ഇത് കൂടുതലാണ് എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്, അത് കാണുന്നവന്റെ ദൃഷ്ടിക്കനുസരിച്ച് മാറുന്നു എന്ന പരമമായ സത്യം ശാസ്ത്രജ്ഞൻ ഇന്നറിയാതെ പോകുന്നു. മനസ്സിലായില്ല? പിടിയിട്ടില്ല? സോ ശാസ്ത്രം കാഴ്ചക്കാരന്റെ ദൃഷ്ടിയിൽ അസ്തമിക്കുന്നു, ആധുനികന്റെ ശാസ്ത്രം. സോ അതിൻ്റെ അറിവ് പരിമിതവും കാണുന്നവൻ അപരിമിതവുമാണ്. ഫൈനൈറ്റ് ഒബ്ജക്ട്സ് ആൻഡ് ഇൻഫിനിറ്റ് ഒബ്സർവർ. അതുകൊണ്ട് അനന്തതയുടെ ആഴങ്ങൾ ഇളക്കാൻ പോകുന്നവൻ നശ്വരങ്ങളായ ഇതിഹാസങ്ങളെ കൂട്ടുപിടിച്ചതിന്റെ ആഴമളന്നാൽ അളവുകോൽ തെറ്റും. ആധുനിക ശാസ്ത്രത്തിന്റെ ഗതീയതയ്ക്കൊന്നിനും ആത്മവത്തയുടെ ആഴമളക്കാൻ പറ്റില്ല. ഉദാഹരണങ്ങളായി പോലും അവ ഇത് പഠിക്കാൻ പര്യാപ്തമല്ല. മൂഢനായ മാനവൻ അവന്റെ പഠിപ്പിന്റെ അഹന്തയിൽ അവന്റെ ദൃഷ്ടിക്ക് ഗോചരമാകുന്ന വിഷയങ്ങളെക്കുറിച്ച് അവൻ കണക്ക് കൂട്ടിയ കൂട്ടലുകളും കിഴിക്കലുകളും കൊണ്ട് കണക്ക് കൂട്ടാനാകാത്ത സത്യത്തെ പഠിക്കാം എന്നും പഠിപ്പിക്കാമെന്നും വ്യാമോഹിക്കുമ്പോൾ അവൻ നാളെ നിങ്ങളോട് പറയും, ഒരു ശിവചൈതന്യം 8.88 × 10⁻18 ohms ആണെന്ന് പറഞ്ഞാൽ അത് പരിമിതമാണെന്നാണ്. മനസ്സിലായില്ല? പരിമിതമായതൊന്നും ശിവമല്ല. ശാന്തം, ശിവം, അദ്വൈതം. അദ്വൈതം ഒന്നൊന്നല്ല പറഞ്ഞത്. ഗണിതയുക്തിയുടെ അങ്ങേത്തല കണ്ടറിഞ്ഞ പൂർവന്മാർ അദ്വൈതം, രണ്ടല്ലാത്തത്.
രണ്ടാമതൊന്നില്ലാത്തത്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ പറഞ്ഞവനും ആ ഒന്നുമുണ്ട്. മനസ്സിലായില്ല? അപ്പോഴും രണ്ടുണ്ട്. ആ ലോജിക്ക് പോലും ഇറങ്ങുകയില്ലാത്ത ലോജിക്ക്. മനസ്സിലായില്ല? അതുകൊണ്ട് പഠിക്കുമ്പോൾ സൂക്ഷ്മയ ബുദ്ധിയ അഗ്രിയാ ബുദ്ധിയ സൂക്ഷ്മയ സൂക്ഷ്മദർശിഭി കടം. കടത്തിൽ അങ്ങനെയാ പറയുന്നത്. പഠിക്കാൻ പോകുമ്പോ ബുദ്ധിയൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടി വെക്കണം നല്ലപോലെ. എന്നിട്ട് ഈ പുസ്തകത്തിന് അതൊക്കെ പഠിക്കാൻ കയറാവും. പന്നിയുടെ മൂക്ക് പോലെ ബുദ്ധിയുമായിട്ട് അല്ലേ? പരന്നൊഴുകരുത്. വളരെ ഷാർപ്പായിട്ട് അഗ്ര്യമായ ബുദ്ധി. മീമാംസ ഏതാണ്? കുശാഗ്രബുദ്ധി. പണ്ടങ്ങനെ ആരോ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു എന്നാണ്. ശ്രീനാരായണൻ കുശാഗ്രബുദ്ധിയാണെന്ന് ആരോഗ്യത്തിൽ പ്രസംഗിച്ചു. അടുത്തയാളിന് ദേഷ്യം വന്നു. നാരായണന് ഗർഭപ്പുല്ലിന്റെ അഗ്രത്തോളം ബുദ്ധിയേ ഉള്ളൂ എന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിച്ചു എന്നാണ്. വജ്രസൂചി പോലെ സൂക്ഷ്മമായ ബുദ്ധി. അതുകൊണ്ട് ഇതറിയാൻ പറ്റും. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ ജൽപ്പനങ്ങളൊന്നും പോരാ. ബിക്കോസ് അത് ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. 12 കഴിഞ്ഞു. ആമുഖം കൊണ്ട് സമയം പോയി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയ ആളുകളെ ആരെയും വിളിച്ചുകൊണ്ട് വരരുത് എന്ന അപേക്ഷയോടെ ഇന്ന് ഉപസംഹരിക്കുന്നു. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓം സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ദേ നമഃ. ഹരി ഓം. ഹരി. വചനാമൃതം ക്ലാസ് ഉണ്ട്. ഭഗവത്ഗീതയുടെ പ്രായോഗികത എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ